പൂർവപിതാക്കളാമപ്പോസ്തലർ ദൂരവേ ദർശിച്ച് ഭാഗ്യദേശം ആകയാൽ ചെയ്തമെന്നെണ്ണി ലാഭം അന്യരെണ്ണി ഈ ലോകമതിൽ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ജീവനേശുവിൽ അർപ്പിച്ചിട്ട് അക്കരെ നാട്ടിൽ ഞാൻ എത്തിയിടുമ്പോൾ ശുദ്ധ പളുങ്കിൻ കടൽ തീരത്തിൽ യേശുവിൻ പൊന്മുഖം മുത്തിയിടും ഞാൻ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ദൈവത്തിൻ്റെ പരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസന്റെ ദേഹ വിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ ദിവ്യ സമാധാനം കൊണ്ട് ആശ്വസിപ്പിക്കുകയും പ്രത്യാശ തരികയും വിശ്വാസത്തിൻ്റെ വെളിപ്പാടും കൃപയും പ്രാപിപ്പാൻ ഇടയാക്കുകയും ചെയ്യട്ടെ. ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മേലെ ഇരിക്കുമാറാകട്ടെ. ഇപ്പോഴേ കർത്താവിൻ്റെ ദാസൻ ഏബ്രഹാം ജോൺ 90-ാം സങ്കീർത്തനം വായിക്കും. അതിന് ശേഷം ബന്ധുമിത്രാദികൾ, സ്നേഹത്തിലും പരിചയത്തിലും പെട്ട അയൽവാസികൾ, ആർക്കെങ്കിലും
ഒരു വാക്ക് തന്നെക്കുറിച്ച് പറയാനോ ദുഃഖം രേഖപ്പെടുത്തുവാനോ ഉണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ അവർക്ക് നൽകുന്നതാണ്. നമ്മുടെ സമയം പാലിച്ച് എല്ലാവരും ആ കാര്യങ്ങളിൽ സഹകരിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. ദൈവം അനുവദിക്കുന്ന പക്ഷം 12 മണിക്ക് തന്നെ ഇവിടെ നിന്ന് ബോഡി ഇവിടെ വീട്ടിലെ ശുശ്രൂഷ അവസാനിപ്പിച്ച് എടുത്ത് കടയിക്കാടുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് ബെതേൽ AG ചർച്ചിൻ്റെ സെമിട്രിയിൽ വിട്ടിരിക്കുന്ന കല്ലറയിൽ തൻ്റെ മൃതദേഹം അടക്കുവാനായിട്ട് കൊണ്ടുപോവുകയും അവിടെ ഹ്രസ്വമായ ശുശ്രൂഷ അവിടെ സെമിട്രിയിൽ വെച്ച് ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ്. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹകരിച്ച് ഈ കാര്യത്തിൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാനും തൻ്റെ ദാസിക്കും വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾ, അവരുടെ കുടുംബങ്ങൾ, കൊച്ചുമക്കൾ, അകലെ അടുത്തുമുള്ള എല്ലാവരെയും ആശ്വസിപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെ പ്രകാരം കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിനും മുൻപേ നീ അനാദിയെയും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്തിനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീനെന്ന് അരുളിച്ചെയ്യുന്നു. 1000 സംവത്സരങ്ങൾ നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിനം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവർ ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വരുന്നു, പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുൻപിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്താൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങൾ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സൗകതാപം തോന്നണമേ. ഈ കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങളും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ഈ സമയത്ത് തുടർന്ന് പാട്ടുകൾ പാടുകയും അതിനിടയിൽ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ താല്പര്യപ്പെടുന്ന ബന്ധുമിത്രാദികളോ അയൽവാസികളോ സ്നേഹിതരോ ഒരു വാക്ക് പറയാൻ താല്പര്യപ്പെടുന്നെങ്കിൽ അതിനവസരമുണ്ടായി. അന്ധതയിൽ
സുരവരരി ചേർന്നങ്ങ് പാടിയിടുവാൻ പുരുമോദം പാരം വളരുന്നഹോ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ. മുത്തിനാൽ നിർമ്മീലമായി ഉള്ള 12 ഗോപുരമേ, തവ മഹത്വം കണ്ടിട്ടാനന്ദിപ്പാൻ മമ കണ്ണുകൾ പാരം കൊതിച്ചിടുന്നേ. വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ, വാനവരിൻ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ. ഞാൻ പറഞ്ഞതുപോലെ അയൽവാസികൾ, സ്നേഹിതരായിട്ട് ഉള്ളവർ, ഈ കുടുംബത്തിൻ്റെ ഇരുഭാഗത്തു നിന്ന് ബന്ധപ്പെട്ട പ്രിയപ്പെട്ടവർ, ആർക്കെങ്കിലും ഒരു വാക്ക് പ്രിയ പൊടിയച്ചാൻ്റെ ഈ യാത്രയപ്പിൽ പറയുവാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് പറയാം. സഭയോടുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ ഏറ്റവും പ്രായമുള്ള ഞങ്ങളുടെ വേവിച്ചായന്, മാമൂട്ടിലെ വേവിച്ചായന് മുന്നോട്ട് കടന്നു വന്ന് അല്പസമയങ്ങൾ അദ്ദേഹം എടുക്കുന്നതാണ്. അതിനെ തുടർന്ന് ബാക്കി താല്പര്യമുള്ള പ്രിയപ്പെട്ടവർ പറഞ്ഞതുപോലെ സന്ദർഭം നമുക്ക് ഇടയ്ക്ക് എടുക്കാം. ഇടയ്ക്ക് കൊയർ പാട്ടുകളും പാടും. കർത്താവിനെ മഹത്വം ഉണ്ടാവട്ടെ. ഈ ദുഃഖഭവനത്തിലെ ദുഃഖത്തോടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഇനി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കാര്യം പറയുവാൻ കർത്താവിടേക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ ദുഃഖത്തിലും ഞാനും എൻ്റെ കുടുംബവും പങ്കുചേരുകയാണ്. ഈ പിതാവിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഡിസംബറിലാണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഏപ്രിലിൽ 2-3 പ്രാവശ്യം ഭവനത്തിൽ വന്നു. എപ്പോൾ ആയിരുന്നാലും വീട്ടിൽ വന്ന് വളരെ ദിവസങ്ങൾ അല്ലെങ്കിൽ പല സമയങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ അങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വളരെ സ്നേഹത്തിനും സന്തോഷം വേണ്ടി. എന്നാൽ താൻ സുഖമില്ലായിരുന്ന സ്ഥാനത്ത് പിന്നെയും വരുവാൻ സാധിച്ചില്ല. ഇത്ര നല്ല ഒരു ബന്ധം ഞങ്ങൾക്ക് സ്ഥാപിപ്പാനും ഞങ്ങൾക്ക് കൃപയാൽ കർത്താവ് സഹായകനായ ദൈവത്തെ സ്തുതിക്കുന്നു. താൻ ഇത്രത്തോളം മരുഭൂമിയാത്രയിൽ സംഘത്തിനൊക്കെ ദാവീദ് പറയുന്ന പോലെ ഒരു മനുഷ്യൻ്റെ ആയുസ് 70 സംവത്സരം, ഏറെയാൽ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പറയാൻ ദുഃഖമത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും. എന്നാൽ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കർത്താവിൻ്റെ സമയത്ത് തക്ക സമയത്ത് തന്നെ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചേർപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. അതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അവനക്ക് തൻ്റെ പ്രയാണകാലം ഈ മരുഭൂമിയാത്രയിൽ 74 വർഷക്കാലം കഴിഞ്ഞു. എന്നാൽ അല്പസമയം മാത്രമാണ് ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെടുവാൻ ഇടയായത്. അതിനുശേഷം 2-3-4 പ്രാവശ്യം ഹോളിൽ വന്നിട്ടുണ്ട്. എന്നാൽ ആ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് തന്നെ വിളിച്ചു ചേർത്ത ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഈ ഭവനത്തോടുള്ള ബന്ധത്തിലാണെങ്കിൽ അവർക്ക് വളരെ പ്രയാസമുണ്ട്, ദുഃഖമുണ്ടെന്ന് തന്നെയും ഒരു പ്രത്യാശ ഉണ്ട്. നമുക്ക് അക്കരെ നാട്ടിൽ ചെന്ന് പ്രിയപ്പെട്ടവനെ കാണുവാൻ സാധിക്കും. അതാണ് നമ്മൾ ഏറ്റവും നമുക്ക് പ്രത്യാശ ദൈവം തരുന്നത്.
ഈ പ്രത്യാശ ഉള്ളവർക്കെല്ലാം കർത്താവ് നന്ദി ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പ്രത്യാശ നമുക്ക് അക്കരെ വരെ എത്തിക്കും. പിന്നെ അവനോട് നിങ്ങളാൽ വാഴുവാനുള്ള പ്രത്യാശ ഇന്ന് നമ്മളെ ഭരിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അതേ ദാനിയേൽ വെളിപ്പാട് പുസ്തകം പറയുന്നത് പോലെ ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അവരെന്തെന്നാൽ അവരുടെ പ്രയത്നങ്ങളെ വിസ്മരിക്കേണ്ടതാകുന്നു. അതെ, ആ വാക്യങ്ങളൊക്കെ നമുക്ക് വളരെ അനുഗ്രഹമായി ദൈവം തന്നിട്ടുണ്ട്. അത് നമുക്ക് ആശ്വാസം പ്രത്യാശം തരുന്ന വചനങ്ങളാണ്. മാത്രമല്ല അതേ മാർത്തയുടെ വീട്ടിലെ കർത്താവ് ലാസറിനെ ഉയർപ്പിക്കാൻ വരുന്ന സമയത്ത് അവിടെ അവിശ്വാസം കൊണ്ട് കർത്താവ് ഇങ്ങനെ പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നത് മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നു എന്നിൽ വിശ്വസിച്ച് ഒരു നാളും മരിക്കുകയില്ല. എത്ര പ്രത്യാശയുള്ള വചനങ്ങളാണ് നമുക്ക് തരുന്നത്. ഈ ഭവനത്തിൽ കർത്താവ് അവർക്ക് ആശ്വാസമേറിയ ഈ വചനം അവരെയും കൊടുത്ത് അവരെ അനുഗ്രഹിക്കേണ്ടത് ഞാൻ പിന്നെയും കർത്താവിൽ പ്രത്യാശിക്കുകയാണ്. ഈ പ്രത്യാശിച്ച കർത്താവിൻ്റെ അടുത്തിലേക്ക് താൻ പ്രിയം വെച്ച കർത്താവിലേക്ക് ചേർന്നു. എന്നാൽ നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ സമയം എത്ര നമുക്കറിയത്തില്ല. എന്നാൽ നമ്മുടെ ആയുഷ്കാലം ആ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ആ പ്രത്യാശയുള്ള മുഖത്തെ ചെന്ന് കർത്താവിനോട് ചേർന്ന പ്രിയപ്പെട്ടവനെ കാണാനുള്ള പ്രത്യാശ നമ്മളെല്ലാവരും ഭരിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഏറ്റവും പ്രത്യാശ തരുന്നത്. ആ ഒരു വാചകം നമുക്ക് എത്ര നല്ലതാണ്. എത്ര തൻ്റെ ഭക്തന്മാർക്ക് മരണം അവന് വിലയേറിയതാവുന്ന ദൈവം ഞാൻ പറയുന്നുണ്ട്. അതെ, വാസ്തവം തന്നെയാണ്. ഈ പ്രത്യാശ ഏവരുമേ ധൈര്യപ്പെട്ടിരിക്കുകയും നിങ്ങളുടെ ഉറച്ചിരിക്കുന്ന സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. ഈ പ്രത്യാശയുള്ള അനുഭവത്തിലേക്ക് നമ്മളെ കാലങ്ങൾ വിളിച്ച കർത്താവിനോട് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം നടത്തിയ കർത്താവിന് സ്തോത്രം. എൻ്റെ കുടുംബത്തിൻ്റെയും ദുഃഖങ്ങൾ അനുഭവം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി ഇരുന്നു. ആശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു, വിശ്വാസക്കണ്ണാൽ ഞാൻ നോക്കിയിടുമ്പോൾ സ്നേഹമേറിടുമൻ രക്ഷകൻ സന്നിധൗ ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ. ആമോദത്താൽ തിങ്ങി ആശ്ചര്യമോടവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു. തങ്കത്തിരുമുഖം കാണാൻ കൊതിച്ചവർ ഉല്ലാസമോടിത നോക്കിയിടുന്നു. തൻ കൈകളാൽ കണ്ണുനീരെല്ലാം താതൻ താൻ എന്നേക്കുമായി തുടച്ചീതല്ലോ. പൊൻവീണകൾ ധരിച്ചാമോദ പൂർണ്ണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവർ കുഞ്ഞാടിൻ്റെ രക്തം തന്നിൽ തങ്ങൾ അങ്കി നന്നായി വേലു
വാഴ്ത്തപ്പെടട്ടെ. സർവ ആശ്വാസവും നമുക്ക് ദൈവം നൽകട്ടെ. ഈ സമയം വളരെ ആത്മീയമായ ശുശ്രൂഷയിലും കൂട്ടായ്മയിലും ബന്ധമുള്ള IPCയിലെ ഒരു ശുശ്രൂഷകനായി, പൊതു ശുശ്രൂഷകനായി, പ്രാസംഗികനായി ദൈവത്തിൻ്റെ വേലയിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബ്ലസ്സൻ മാത്യു, അദ്ദേഹത്തിന് വേഗത്തിൽ പോകേണ്ടതുകൊണ്ട് പ്രാരംഭ സമയം അദ്ദേഹം ചില മിനിറ്റുകൾ എടുക്കുന്നതാണ്. അതിനായിട്ട് ദൈവദാസനെ ക്ഷണിക്കും. സ്വഗമുഖമെങ്കിലും പ്രത്യാശാനിർഭരമായ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേർപാടുകൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളാണ്. അനുഭവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം തിക്തതകൾ താങ്ങുവാൻ കഴിയുന്നതിനേക്കാൾ കഠിനവുമാണ്. എങ്കിലും ജീവനുള്ള പ്രത്യാശ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ബലപ്പെടുത്തുകയും നമ്മുടെ മനസ്സുകളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവം ഇത് പകലിൽ നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വാത്സല്യ കുടുംബവുമായി പ്രിയ ജോയിച്ചാനുമായിട്ടൊക്കെ വളരെ നാളത്തെ അടുത്ത ബന്ധവും സ്നേഹവും ശുശ്രൂഷയുടെ പരിചയവും ഞങ്ങളുടെ കുടുംബവുമായിട്ടുണ്ട്. ചുഷാൽ ഈ കുടുംബത്തിലെ രണ്ടാമത്തെ മകൾ ഷൈനി കുടുംബം എൻ്റെ വാത്സല്യ പിതാവുമായി വളരെ ആത്മബന്ധമുള്ള ഒരു കുടുംബമാണ്. ആ നിലയിൽ ഈ കുടുംബവുമായിട്ട് ആഴമേറിയൊരു ആത്മബന്ധത്തിൽ നിലനിൽപ്പാൻ കർത്താവ് സഹായിക്കുന്നു. പ്രിയ പിതാവിനെ സംബന്ധിച്ച് വളരെ പ്രത്യാശയും വളരെ സന്തോഷവും പ്രിയ കുടുംബത്തിന് ഇപ്പോൾ ഉണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സൗമ്യമായ ജീവിതം കൊണ്ടും ശാന്തമായ ഇടപാടുകൾ കൊണ്ടും സ്നേഹനിർഭരമായ ബന്ധങ്ങൾ കൊണ്ടും എൻ്റെ ജീവിതത്തെ ധന്യമാക്കുന്ന, അനേകർക്ക് മാതൃകയായിരുന്ന അനുഗ്രഹീതമായൊരു ജീവിതവും നിത്യതയുടെ പ്രത്യാശ അകത്തുള്ള അനുഗ്രഹീതമായ ഒരു അനുഭവം തൻ്റെ പിതാവിൽ ലഭ്യമായ തലമുറകളിൽ നിന്ന് കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ജ്ഞാനിയായ ശലോമോൻ തൻ്റെ ജീവിതത്തിൽ എടുത്തു പറയുന്നൊരു ഭാഗം ഇങ്ങനെയുണ്ട്. ഒരു മനുഷ്യൻ 100 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയും അനേകം പുത്രസമ്പത്തുകൾ ഉണ്ടായിരിക്കുകയും ചെയ്തിട്ട് അവൻ്റെ ജീവിതത്തിൽ ഒരു നന്മ അനുഭവിപ്പാനും നല്ലൊരു സ്വസംസ്കാരം ലഭിക്കാതെയും ഇരുന്നു പോയാൽ അവൻ ജനിക്കാതിരിക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ ഗർഭമലസിപ്പോയ പിണ്ടം അവനേക്കാളും നല്ലത് എന്ന് ശലോമോൻ പറയുന്നുണ്ട്. മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. അവന് സമൂഹവുമായി ബന്ധമുണ്ട്. അല്പമായ ആയുസ് 50, 60, 70 അല്ലെങ്കിൽ ഏറിയാൽ 80 പ്രതാപവും കഷ്ടം മാത്രമായി സമ്പാദിക്കുന്ന ഈ ആയുസ്സിൽ അവന് സമൂഹത്തോട് ചെയ്യുന്ന എല്ലാ നന്മകൾക്കും സമൂഹം നൽകുന്ന ഒരു പ്രത്യുപകാരമാണ് അവൻ്റെ യാത്രയയപ്പ്. പ്രിയ പിതാവിന് അനുഗ്രഹീതമായ ഒരു യാത്രയയപ്പ് ഈ പകൽക്കാലം ഒരുക്കപ്പെട്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മാന്യനും അംഗീകാരമുള്ളവനുമായിരുന്നു എന്നാണ്. ആ നിലയിൽ തലമുറകൾക്കും കുടുംബത്തിനും ആശ്വസിപ്പാൻ വകയുണ്ട്. എന്നാൽ തിരുവചനം നൽകുന്ന അനുഗ്രഹീതമായൊരു പ്രത്യാശയാണ് ഇതിനേക്കാളൊക്കെ വലിയ അഭിമാനം. നമ്മെ വിട്ട് പിരിഞ്ഞു പോകുന്നവരെ ഒന്നിച്ച് കാണുന്ന ഒരു സുദിനം നമ്മുടെ ജീവിതത്തിലുണ്ട്. വിശുദ്ധന്മാരുടെ പുനരുത്ഥാനം എന്നൊരു പ്രത്യാശ തിരുവചനം നമുക്ക് നൽകി തരുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്കിങ്ങനെയാണ്: കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നിറങ്ങി വരികയും മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോട് ശേഷിക്കുന്ന നാം എല്ലാം ഈ ഭൂമണ്ഡലങ്ങളെ വിട്ട് അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ഒരു ഭക്തന്റെ അകത്തളത്തിലെ ഏറ്റവും കരുത്തുറ്റ പ്രത്യാശ കർത്താവിന്റെ വരുവിങ്കിൽ താൻ എടുക്കപ്പെടും, പുനരുത്ഥാനം ഭാവിക്കുമെന്നുള്ളതാണ്. ഈ ജഗത്തെയും ജഡത്തെയും വിട്ട് വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു സുദിനം ദൈവത്തിന്റെ വചനം നമുക്ക് വാഗ്ദത്തം തരുന്നുണ്ട്. വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തെ സംബന്ധിച്ച് തിരുവചനത്തിൽ നിരവധി ഭാഗങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് ചരിത്ര സംഭവമായി നിലനിൽക്കുന്ന ഒന്നാണ്. അത് മറ്റൊന്നുമല്ല, യേശുക്രിസ്തുവിന്റെ മരണത്തിന് ഹേതുവായി തീർന്ന, അല്ലെങ്കിൽ അവന്റെ ക്രൂശീകരണത്തിന് ഹേതുവാകുവാൻ, അതിന് വേഗം കൂട്ടുവാൻ യഹൂദന്മാർ പ്രേരിതമായൊരു സംഭവമാണ് ലാസറിന്റെ ഉയർപ്പ്. 4 ദിവസം കഴിഞ്ഞ് മരിച്ചവൻ കല്ലറയിലിരുന്ന് നാറ്റം വെച്ച അവസ്ഥയിൽ
അവൻ്റെ അരികിലേക്കെത്തുന്ന, കല്ലറയ്ക്കരികിലെത്തുന്ന യേശു കർത്താവിൻ്റെ ശബ്ദത്തിങ്കൽ ലാസർ ഉയർത്തെഴുന്നേറ്റത് കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ഹേതുവായി അതിന് വേഗം കൂട്ടുവാൻ യഹൂദന്മാർ കണ്ടെത്തിയ ഒരു കാരണമാണ്, ഒരു ചരിത്ര സംഭവമാണ്. ഈ വിധത്തിൽ ലാസറിന്റെ ഉയർപ്പ് ഒരു ചരിത്ര സംഭവമായി നിൽക്കുമ്പോൾ അത് നമ്മുടെ അകത്തു നൽകുന്ന ഒരു പ്രത്യാശയുടെ ഉറപ്പുണ്ട്. ലാസർ കല്ലറയ്ക്കൽ ഇരിക്കുമ്പോൾ അവന്റെ ശരീരമാണ് കല്ലറയ്ക്കകത്തിരിക്കുന്നത്. അവന്റെ പ്രാണനും ആത്മാവും പറുദീസകളിൽ വിശ്രമത്തിനായി വിടകൊണ്ടിരിക്കുമ്പോൾ കല്ലറയുടെ വാതിക്കൽ നിൽക്കുന്ന യേശുവിന്റെ ചെറിയ ശബ്ദം അത് കേട്ട് ലാസറെ പുറത്തു വരിക എന്ന വാക്ക് കേട്ട് പുറത്തു വന്നത് ജീർണിച്ച ലാസറിന്റെ ശരീരമല്ല, മറിച്ച് ജീവൻ പ്രാപിച്ച ലാസറിന്റെ ശരീരമാണ്. കല്ലറ വാതിക്കൽ നിന്ന് യേശു കർത്താവ് പറഞ്ഞ ഒരു ചെറിയ ശബ്ദം വാനഗോളങ്ങൾക്കപ്പുറത്തേക്ക് താണ്ടിപ്പോയ ലാസറിന്റെ ആത്മാവിനെയും പ്രാണനെയും പറുദീസകൾ തുറന്ന് മടക്കി വിളിച്ച് അവന്റെ ശരീരത്തെ അജീർണമാക്കി, ജീർണതയില്ലാത്തതാക്കി, ജീവയോഗ്യമാക്കി, അവന്റെ ശരീരത്തിനകത്തത് പ്രവേശിച്ച് കല്ലറയിൽ നിന്ന് അവൻ പുറത്തു വന്നു. യേശു കർത്താവിന്റെ ശബ്ദത്തിന് കല്ലറകളെ തുറക്കുവാനും അതോടൊപ്പം തന്നെ പറുദീസകളിൽ നിന്ന് വിശുദ്ധന്മാരുടെ പ്രാണനുകളെ മടക്കിയെടുക്കുവാനും കരുത്തുള്ളതാണ്. ക്രൂശിങ്കൽ മരണത്തിന്റെ കവാടത്തിൽ കിടന്നുകൊണ്ട് യേശു കർത്താവ് ഉയർത്തിയ ശബ്ദം വിശുദ്ധന്മാരുടെ കല്ലറകളെ അന്ന് തുറന്നിട്ടുണ്ട്. ഈ വിധത്തിൽ കർത്താവിന്റെ വരവിങ്കൽ സംഭവിക്കുന്ന 3 ശബ്ദങ്ങളുണ്ട്. അതിലൊന്ന് കർത്താവ് താൻ ഗംഭീര നാദമാണ്. യേശു കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ മൺമറഞ്ഞുപോയ വിശുദ്ധന്മാരുടെ പ്രാണനുകൾ കല്ലറകളെ തുറന്ന് പുറത്തു വരും. അത് പുറത്തു വരിക മാത്രമല്ല, മണ്ണിൽ അലിഞ്ഞുപോയവരും സമുദ്രങ്ങൾ വിഴുങ്ങിക്കളഞ്ഞവരും വായുവിൽ അലിഞ്ഞു ചേർന്നവരുമായ വിശുദ്ധന്മാരുടെ ശരീരങ്ങളെ കൂട്ടിച്ചേർക്കുവാൻ ആ ശബ്ദത്തിന് ശക്തിയുണ്ട്. അതോടൊപ്പം പറുദീസകളിൽ നിന്ന് അവരുടെ പ്രാണനും ആത്മാവും മടങ്ങി വന്ന് ജീവസുറ്റവരായി അവർ ഉയർത്തെഴുന്നേൽക്കും. ഇതോടൊപ്പം സംഭവിക്കുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. വിശുദ്ധന്മാരുടെ രൂപാന്തരമാണ്. ഈ ജഡമയമായ ശരീരത്തിനു മീതെ തേജസ്സേറിയ ശരീരത്തെ പ്രാപ്യമാക്കിക്കൊണ്ട് വിശുദ്ധന്മാർ തേജസ്കരിക്കപ്പെടും. തിരുവചനം നൽകുന്ന ഏറ്റവും കരുത്തുറ്റ പ്രത്യാശ മനുഷ്യന്റെ മേൽ ദൈവ തേജസ്സിന്റെ പൂർവീകരണമാണ്, പുനഃസ്ഥാപനമാണ്. ഏദനിൽ മനുഷ്യനിൽ ഒരു ദൈവ തേജസ് തിളങ്ങി വിളങ്ങി നിന്നിരുന്നു. നമുക്കറിയാം തേജസ്സിന്റെ പ്രത്യേകത, വെളിച്ചത്തിന്റെ പ്രത്യേകത. വെളിച്ചത്തിന്റെ കേന്ദ്രങ്ങൾ അനാവൃതമാകണമെങ്കിൽ അതിലും കരുത്തുറ്റ പ്രകാശം അതിൽ പതിക്കണം. ഏദനിൽ മനുഷ്യനെ ആക്കി വെച്ചതൊരു തുറസായ സ്ഥലത്തൊരു തോട്ടത്തിലാണ്. വീടില്ലായിരുന്നവന്, വസ്ത്രമില്ലായിരുന്നവന്, എല്ലാറ്റിനും പകരം അവനിൽ നിറഞ്ഞു നിന്നത് ദൈവത്തിന്റെ തേജസ്സായിരുന്നു. ആ തേജസ്സിന്റെ പുതപ്പ് അവന്റെ മേൽ ഇരുന്ന കാലത്തോളം അവന്റെ നഗ്നതകളെ അനാവൃതമാക്കുവാൻ നട്ടുച്ച നേരത്തെ കരുത്തുറ്റ സൂര്യകിരണങ്ങൾക്ക് പോലും സാധ്യതമായില്ല. അർത്ഥം, സൂര്യനെ വെല്ലുന്ന തേജസ്സായിരുന്നു മനുഷ്യനെ ദൈവം പുതപ്പിച്ചിരുന്നത്. നട്ടുച്ച നേരത്തെ സൂര്യന്റെ കിരണങ്ങളെക്കാളും കരുത്തുള്ള തേജസ്സിന്റെ വസ്ത്രം മനുഷ്യന്റെ മേലുണ്ടായിരുന്നു. ഈ വിധത്തിൽ നിറഞ്ഞു നിന്നിരുന്ന തേജസ്, ദൈവത്തിന്റെ പ്രതിച്ഛായയും പ്രതിബിംബവും ഉള്ള മനുഷ്യനിൽ നിന്ന് ആ തേജസ്, ദൈവത്തിന്റെ പ്രതിച്ഛായ ഉരിഞ്ഞുപോയതിനെ മടക്കിത്തരുന്നതാണ് ദൈവത്തിന്റെ വചനം നമുക്ക് നൽകുന്ന പ്രത്യാശ. ഇങ്ങനെ വിശുദ്ധന്മാരും മൺമറഞ്ഞു പോയവർ ഉയർത്തെഴുന്നേൽക്കുന്നവരും ഒന്നിച്ച് തേജസ്കരിക്കപ്പെടുന്ന ഒരു നിമിഷമുണ്ട്. അതിനെക്കുറിച്ചാണ് പൗലോസ്ലീഹ, ധന്യനായ പൗലോസ്ലീഹ ഇങ്ങനെ പറഞ്ഞത്: നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. സൂര്യന്റെ പ്രഭയേക്കാളും കരുത്തുറ്റ ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രതിബിംബം മനുഷ്യന്റെ മേൽ വീണ്ടും വെളിപ്പെടും. ഈ തേജസ് പ്രാപിച്ച് ഞാനും എൻ്റെ അടുത്തുള്ളവരും എൻ്റെ സഭാവിശ്വാസികളും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ മാതാപിതാക്കളും ഒന്നിച്ച് കർത്താവിന്റെ ശബ്ദത്തിങ്കൽ വാനമേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. കർത്താവിന്റെ ശബ്ദത്തോടൊപ്പം രണ്ടാമത് വെളിപ്പെടുന്ന ഒരു ശബ്ദമുണ്ട്. അത് പ്രധാന ദൂതന്റെ ശബ്ദമാണ്. തിരുവചനം അതിന് ആധികാരികത നൽകുന്നുണ്ട്. ഇതിങ്ങനെയാണ് നാം വായിക്കുന്നത്: മോശ മരിച്ച് നബോപർവ്വതത്തിങ്കൽ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് അവൻ അടക്കപ്പെടുമ്പോൾ അവന്റെ ശരീരത്തെ തേജസ്കരിക്കപ്പെട്ടതായി ദൈവകരങ്ങളിലേക്ക് കേൾക്കപ്പെടും മുമ്പേ അവന്റെ ശരീരം സംബന്ധിച്ച് സാത്താൻ അവനോട് വാദിക്കുന്നു.
എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പ്രധാന ദൂതനായ മിഖായേൽ അവന്റെ അരികിലിറങ്ങി വന്ന് അവൻ തന്റെ വായിലെ ശ്വാസത്താലും വാക്കിനാലും അവനെ തോൽപ്പിച്ചു കളഞ്ഞ് ഫലിച്ചു കളഞ്ഞ് അവന്റെ ശരീരത്തെ തേജസ്കരിക്കുന്ന കാണുവാൻ കഴിയും. ഇങ്ങനെ ഈ വിധത്തിൽ വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ തേജസ്കരിക്കപ്പെടുന്നതിന് വിരുദ്ധമായി അവരുടെ ജീവിതത്തിൽ ഉളവാക്കപ്പെട്ടിട്ടുള്ള സകല വാദഗതികളും ഒന്നിച്ചുന്നയിക്കുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യമുണ്ട്. കർത്താവിന്റെ പ്രധാന ദൂതന്റെ ശബ്ദത്താൽ പിശാചിനെ ഫലിച്ച് വിശുദ്ധന്മാരുടെ ശരീരങ്ങളെ അവൻ തേജസ്കരിക്കും. മൂന്നാമത് സംഭവിക്കുന്ന കാര്യം കാഹളത്തിന്റെ നാദം മുഴങ്ങുകയാണ്. ഇതിങ്ങനെയാണ് നാം മനസ്സിലാക്കുവാൻ കഴിയുന്നത്. മരുഭൂമിയിൽ കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ ജനമാകുന്ന സഭ, ദൈവം മോശയോട് ഇങ്ങനെ പറഞ്ഞു, നീ 2 വെള്ളിക്കാഹളങ്ങൾ അടുപ്പ് പണിയായി ഉണ്ടാക്കണം. സഭായോഗങ്ങളെ വിളിച്ചുകൂട്ടുവാനും പാളയത്തെ പുറപ്പെടുവിക്കുവാനും മഹാഗംഭീര ധ്വനിയുള്ള കാഹളം മുഴക്കണം. ഈ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ വിവിധ ഇടങ്ങളിൽ നിൽക്കുന്ന ആ മരുഭൂമിയിലെ സഭ ഒന്നിച്ച് കൂടിച്ചേറും. ഈ വിധത്തിൽ ഭൂമണ്ഡലങ്ങളുടെ വിവിധ ഇടങ്ങളിൽ കിടക്കുന്ന യേശുവിന്റെ രക്തത്താൽ സമ്പാദിക്കപ്പെട്ട ദൈവസഭയെ ഒന്നിച്ചു ചേർക്കുവാൻ കാഹളത്തിന്റെ നാദം മുഴങ്ങും. ഇങ്ങനെ കാഹളനാദം മുഴങ്ങുമ്പോൾ വിവിധ ഇടങ്ങളിൽ മൺമറഞ്ഞുപോയ വിശുദ്ധന്മാരും ജീവനോടെ ശേഷിക്കുന്ന നാമും ഒന്നിച്ചു മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതാണ് തിരുവചനം നമുക്ക് നൽകുന്ന പ്രത്യാശ. പ്രിയപിതാവിനെ സംബന്ധിച്ച് പ്രിയപ്പെട്ടവർക്ക് നല്ല സന്തോഷമുണ്ട്. കാരണം ഞങ്ങളെ വിട്ടുവിടകൊണ്ടെങ്കിലും ആയുസിന്റെ ഇറതിയെങ്കിൽ വിശ്രമത്തെങ്കിലേക്ക് വാങ്ങിപ്പോയെങ്കിലും കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒന്നിച്ചുയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശിക്ഷിക്കുന്നു എങ്കിൽ നാം രൂപാന്തരം പ്രാപിച്ച് ഒന്നിച്ചു വാനമേഘങ്ങളിൽ കാണും. ഈ നിത്യജീവന്റെ പ്രത്യാശയ്ക്ക് വേണ്ടുന്നതൊന്ന് തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: നിങ്ങളുടെ മേൽ ധാരാളമായി പകർന്ന അവന്റെ കൃപ നിമിത്തം രക്ഷിക്കപ്പെട്ടിട്ട് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും നിത്യജീവനെ അവകാശമാക്കണം. പിതാവിനെ സംബന്ധിച്ചിടത്തോളം രക്ഷിക്കപ്പെട്ട് തിരുവചനപ്രകാരം പുനർജന്മ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിലും നടത്തിപ്പിലും ആയുസ്സിന്റെ അവസാനത്തെങ്കിൽ വരെ ജീവിതത്തെ സൂക്ഷിച്ചതിനാൽ ഉറപ്പുള്ളൊരു പ്രത്യാശയുണ്ട്: കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടും. ഇന്ന് പകൽക്കാലം ശേഷം മനുഷ്യരെ പോലെ നാം ദുഃഖിക്കേണ്ടുന്ന കാര്യമില്ല. ഈ മൺമയമായതിനും മീതെ ഉന്നതമായതിനെ ധരിപ്പാൻ നാം വാഞ്ചിക്കുന്നു. കൂടാരമായ എൻ്റെ ഭവനം അഴിഞ്ഞു പോയാൽ നിലനിൽക്കുന്നതായ ഒരു കൂടാരം എനിക്കുണ്ട്. അത് കൂടാരമല്ല, നിത്യമായ ദൈവത്തിന്റെ കരപണിയാണ്. ആ നിത്യതയുടെ പ്രത്യാശയെങ്കിൽ പ്രിയ പിതാവിനെയും ഒന്നിച്ച് കാണാമെന്ന പ്രത്യാശ ഞങ്ങളുടെ അകത്തും സന്തോഷം നൽകുന്നു. കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഒരു കാര്യം ഉറപ്പാണ്: മനുഷ്യന്റെ ആയുസ്സിന്റെ വിരാമം എവിടെയെന്ന് ആരും അറിയുന്നില്ല. അതിനുശേഷം എന്തായി തീരുമെന്ന ചിന്ത നമ്മുടെ അകത്ത് ഭരിക്കണം. ഏത് നിമിഷവും മരണം നമ്മെ വിട കൊണ്ടുപോകാം. എന്നാൽ അതിനപ്പുറം നിത്യതയ്ക്ക് യോഗ്യരക്കായി, നിത്യതയ്ക്ക് പാത്രീഭൂതരായി തീരുവാൻ ഈ വലിയ പ്രത്യാശ നമ്മുടെ അകത്തുണ്ടായിരിക്കണം. ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ ഞാൻ ആ ഭാഗം പറയാം. നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. രോഗമുണ്ടാകാം, ദുഃഖമുണ്ടാകാം, വേർപാടുകൾ ഉണ്ടാകാം. എന്നാൽ നിത്യ തേജസ്സിന്റെ ഘനം നമ്മിൽ വെളിപ്പെടുവാനുള്ള നല്ല സമയം നമ്മുടെ അകത്തുള്ളതിനാൽ അപ്രത്യാശയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ട്. ദുഃഖിക്കേണ്ട കാര്യമില്ല, സങ്കടപ്പെടേണ്ട കാര്യമില്ല. ഇന്ന് പകലിലും ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. നമ്മുടെ കണ്ണുകളെ അടച്ചിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒന്നിച്ച് തിരുപാദപീഠത്തിങ്കൽ കടന്നു വരുന്നു. ഏറിയൊരായുസ് ഈ ഭൂതലത്തിൽ നിന്റെ പിതാവിന് നൽകി തന്നു. മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും സഹോദരങ്ങളെയും സ്നേഹിതരെയും സമ്പാദിപ്പാൻ കർത്താവ് കൃപ നൽകി. അതിനെല്ലാം അപ്പുറം നിത്യതയുടെ പ്രത്യാശയും നിന്റെ ദാസന്റെ ജീവിതത്തിൽ ദൈവം നൽകി. നല്ല പ്രത്യാശയ്ക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം ഞങ്ങളെ വിട്ട് വിടകൊള്ളുമ്പോഴും ഞങ്ങളുടെ അകത്തളങ്ങളിൽ നേരിയ ദുഃഖമുണ്ട്. കർത്താവ് ആ ദുഃഖത്തെ ആശ്വസിപ്പിക്കണമേ. നിത്യതയുടെ പ്രത്യാശ കൊണ്ട് ഈ കുടുംബത്തെ ദൈവം ആശ്വസിപ്പിക്കണമേ. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ബലപ്പെടുത്തണം. അതിന്റെ ദാസന്മാരുടെ മേൽ ദൈവത്തിന്റെ കൃപ നൽകണം. പകൽക്കാലം നീ ഞങ്ങൾക്ക് അനുകൂലമാക്കി തന്ന പ്രകൃതിക്കായി സ്തോത്രം. ശുശ്രൂഷകളിൽ ആദ്യോടന്ത് നിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം. ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവമായി തീരുവാൻ കർത്താവ് ഇടയാക്കണം. നിത്യതയുടെ പ്രത്യാശയെയും
ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അന്ത്യത്തെക്കുറിച്ച് ഒരു നല്ല ചിന്ത ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് നിമിത്തം നൽകണം. എൻ്റെ മക്കളെ ദൈവം സഹായിക്കണം. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ലെന്ന് അരുളി ചെയ്ത സർവശക്തനായ യേശുവിൻ്റെ സാന്നിധ്യവും കരുതലും നിന്റെ മക്കൾക്ക് കൂട്ടായിരിക്കണം. നിന്റെ ദാസിക്ക് തുണയായി ദൈവ സാന്നിധ്യം ഇരിക്കണം. ഞങ്ങളുടെ കുറവുകളെ നികത്തുവാൻ കഴിവുള്ള, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറമുള്ള ദൈവസഭയ്ക്കായി സ്തോത്രം. സഭയുടെ വിടവുകളെ സ്വർഗം നികത്തണം. കൂട്ടായ്മ ബന്ധത്തിൽ സകലത്തെ നിറയ്ക്കുവാൻ കഴിയുന്ന സർവശക്തന്റെ നിറവുകൾ ഈ കൂടാരത്തിൽ നിൽക്കണം, ഈ കുടുംബത്തിൽ നിലനിൽക്കണം. ശൂന്യത ഇങ്ങ് ഭവിപ്പാനിട വരരുത്. തുടർന്നുള്ള ശുശ്രൂഷകളെ ദൈവം ആദരിക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രിയ കുടുംബത്തോടുള്ള ഞങ്ങളുടെ എല്ലാ പ്രത്യാശയും അതോടൊപ്പം തന്നെ പ്രിയ പിതാവിന് ഞങ്ങളുടെ യാത്രാമൊഴികളെ രേഖപ്പെടുത്തുന്നു. കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും. ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും. കർത്താവിനോടു കൂടെയൻ നിത്യവാസമാമേ. കർത്താവിനോടു കൂടെയൻ നിത്യവാസമാമേ. ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും. ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും. കർത്താവിനോടു കൂടെയൻ നിത്യവാസമാമേ. കർത്താവിനോടു കൂടെയൻ നിത്യവാസമാമേ. അവനിടം വിട്ട് ശരീരബദ്ധനാ. അവനിടം വിട്ട് ശരീരബദ്ധനായി ലോകേ അലഞ്ഞാലും ഞാനെൻ വീടോടടുക്കുമേ. ലോകേ അലഞ്ഞാലും ഞാനെൻ വീടോടടുക്കുമേ. എൻ പ്രിയൻ പാർപ്പിടം മനോഹര ഹർമ്മ്യം. എൻ പ്രിയൻ പാർപ്പിടം മനോഹര ഹർമ്മ്യം. മുത്തുകളാൽ നിർമ്മിതമാ 12 ഗോപുരം. മുത്തുകളാൽ നിർമ്മിതമാ 12 ഗോപുരം. പരിശുദ്ധമായിരിക്കുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ പൊടിയച്ചാൻ്റെ ഏറ്റവും ഇളയ മകൾ UK ജോലി ചെയ്യുന്ന ഷൈനി സിസ്റ്ററിൻ്റെ അവിടെയുള്ള പാസ്റ്ററായിട്ട് ഇരിക്കുന്ന സന്തോഷ് കുമാർ ദൈവദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ്, അദ്ദേഹത്തിൻ്റെ സഹോദരൻ അവർ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് വന്ദനം പറയുന്നു. അശോകൻ പാസ്റ്റർ ഈ സമയം എല്ലാ കുടുംബത്തിലെയും എല്ലാവരെയും പ്രതികരിച്ച്, സന്തോഷ് പാസ്റ്ററെ പ്രതികരിച്ച് ചില സമയം ഒരല്പ സമയം എടുക്കുകയും ദുഃഖം പറയുകയും ചെയ്യും. ദൈവത്തിൻ്റെ നാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് വേദിയിലായിരിക്കുന്ന ദൈവദാസന്മാർ, ഈ വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, അതുപോലെ ചർച്ചിലുള്ള എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ എന്നെ പരിചയപ്പെടുത്തിയതുപോലെ തന്നെ പ്രിയ
സൈനി സിസ്റ്റർ ഞങ്ങളുടെ സഹോദരിയുടെ ചർച്ചിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അവരെ ദൈവം അവരെ മാനിക്കുവാൻ ഇടയായി തീർന്നു. അവിടെ ആയിരുന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും അവരോട് കൂടെ കൂട്ടായ്മ ആചരിച്ചും പോകുന്നു. ദൈവ തിരുനാമത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എന്ന് വേർപാട് എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് വേർപെട്ടു പോകുക എന്ന് ആ ഒരു പദത്തിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ വേറൊരു സ്ഥലത്തേക്ക് മാറിപ്പോയിരിക്കുന്നു, അവർ വേർപെട്ടു പോയിരിക്കുന്നു. എന്നാൽ ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർ ക്രിസ്തുവിൽ ജീവിച്ചു, മരിച്ചു, അവർ അടക്കപ്പെട്ടു, അവർ ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുന്നു, അവർ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നു എന്നുള്ളൊരു പ്രത്യാശ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവ പൈതലിൻ്റെയും ദൈവ മക്കളുടെയും ജീവിതത്തിൽ പ്രത്യാശയോടുകൂടെ ആയിരിക്കുവാൻ ഇടയായിത്തീരും. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത് എനിക്ക് ഏറെ ഉത്തമം എന്ന് പറയുവാനിടയായിത്തീർന്നു. കാരണം ഈ ലോക ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. അതിലൂടെയെല്ലാം മറികടന്ന് ക്രിസ്തുവിൻ്റെ വചനങ്ങളെ അനുസരിച്ച്, ക്രിസ്തുവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച്, ക്രിസ്തുവിനു വേണ്ടി ജീവിച്ച്, ക്രിസ്തുവിനു വേണ്ടി പ്രവർത്തിച്ച് ആയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് എൻ്റെ കാന്തനെ കാണുക, കാന്തനോട് കൂടെ വാഴുക എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകം വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്രകാരം വായിക്കുവാൻ നമുക്ക് കഴിയുന്നു. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവൻ ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരിക്കുന്നവരും നെറ്റിയിലും കൈമയിലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരിക്കുന്നവരും ആയവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. പിന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നു, മറ്റൊരു വേദഭാഗം ഇപ്രകാരം വായിക്കുവാൻ കഴിയുന്നു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളുടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തനും അവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായും ശക്തമായും പറയുന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇത് രണ്ടാമത്തെ മരണം. മുന്നമേ ഞാൻ വായിച്ച ആ വേദഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു, ഒന്നാമത്തെ മരണത്തിൽ അതുപോലെ പുനരുത്ഥാനത്തിൽ ഭാഗ്യമുള്ളവർ, അത് ഭാഗ്യവാന്മാർ ആണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്തുകൊണ്ടെന്നാൽ അവർ ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചു, ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ അവർ മുന്നേറുവാൻ ഇടയായി തീർന്നു. അവർ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കാലാകാലങ്ങളിൽ ദൈവത്തെ അറിയുവാനെ കൊണ്ടും കർത്താവിനെ മനസ്സിലാക്കുവാനും കർത്താവിൻ്റെ വചനങ്ങൾക്ക് അനുസരിച്ച് മുന്നേറുവാനും ദൈവ മക്കളായി തീരുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഇന്ന് ഞങ്ങളെ ശ്രവിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, കർത്താവിനെ അറിയുവാനും കർത്താവിൻ്റെ വചനങ്ങളെ മനസ്സിലാക്കി കർത്താവിന് വേണ്ടി ജീവിക്കുന്നവർ അവർ ഒരു നാളും രണ്ടാം മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. ആ പദവിയിലേക്ക് നാം ഓരോരുത്തരും കടന്നു വന്നാൽ
ദൈവത്തിൻ്റെ മകനായി മകളായി തീർന്നാൽ തീർച്ചയായിട്ടും ഒരു പിതാവ് തൻ്റെ മക്കളെ ഭവനത്തിൽ ചേർക്കുന്നത് പോലെ തൻ്റെ പ്രിയപ്പെട്ടവരെ ഭവനത്തിൽ ചേർക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ഇന്ന് ഈ പകൽക്കാലം ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്, നമുക്കറിയാൻ കഴിയും, ഇന്ന് ഞാൻ നാളെ നീ എന്ന് അതേപോലെ തന്നെ ഇന്ന് നാം മരണത്തിലൂടെ കടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നമ്മുടെ ചുറ്റുപാടും ഇരിക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ ഇടത്തും വലത്തും ഇരിക്കുന്നവർ ഈ വഴിയെ തന്നെ പോകേണ്ടതാണ്. എന്നാൽ ക്രിസ്തുവിൽ ജീവിച്ച് ആയിരിക്കുന്ന ഒരാൾക്ക് പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയിൽ മുന്നേറുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലും സന്തോഷാന്റെ പേരിലും ഉള്ള പ്രത്യാശ അറിയിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. ദൈവദാസന് നന്ദി. ആലക്കോട് അസംബ്ലീസ് കോഡ് സഭയിലെ ശുശ്രൂഷകനായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസൻ റവറന്റ് PD ജോൺസൺ ഈ സമയം ചുരുങ്ങിയ വാക്ക്. ഈ ഗേഹം വിട്ടുപോകിലും ഈ ദേഹം കെട്ടുപോകിലും ഈ ഗേഹം വിട്ടുപോകിലും ഈ ദേഹം കെട്ടുപോകിലും കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമനെ. നമ്മുടെ പ്രത്യാശ ഇതാണ്. നമുക്കെല്ലാം ആ പാട്ട് വഴി ചേർന്ന് പാടാം. കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമനെ. കൂട്ടുകാർ പിരിഞ്ഞിടും, വീട്ടുകാർ കരഞ്ഞിടും, കൂട്ടുകാർ പിരിഞ്ഞിടും, വീട്ടുകാർ കരഞ്ഞിടും. കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. കർത്തൻ കാഹളനാദത്തിൽ ഒത്തു ചേർന്നിടും നാമിനി. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളോട് ചേർന്ന് ഈ രാവിലെ കാലമായിരിക്കുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യോഗം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ എസ് തോമസ് പാസ്റ്ററിനായ സ്തോത്രം. ഈ ഭവനത്തിലെ ബന്ധുമിത്രാദികളും പ്രിയപ്പെട്ടവരെയും ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ഈ കറുത്ത പുസ്തകത്തിൽ ഒരു പ്രധാന ആശ്വാസവചനമുണ്ട്. ആ വചനം ഇങ്ങനെയാണ്: ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിക്കും. 5 വൻകരകളിലും മനുഷ്യൻ പാർക്കുന്ന എല്ലായിടങ്ങളിലും ഇന്നും ഈ വചനം മനുഷ്യനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ വാക്കുകൾക്ക് പരിമിതി ഉണ്ടാകാം, എന്നാൽ ആശ്വാസം നൽകുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ 3 ഭാഗ്യവാന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. രണ്ടാമത് ഒരു ഭാഗ്യവാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. മൂന്നാമതൊരു ഭാഗ്യവാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ. ഈ ഭാഗ്യ അവസ്ഥയിലേക്ക് വരുവാൻ ഈ പിതാവിനും ദൈവം കൊടുത്ത അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മരണം എന്ന വാക്കിന് 3 അക്ഷരമേ ഉള്ളൂ. എന്നാൽ അതിൻ്റെ തുടക്കം 75 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് ജനനം എന്ന വാക്കിൽ കൂടെ, ആ പ്രക്രിയയിൽ കൂടെ പുറത്തേക്ക് വന്നു. ജനനം എന്ന വാക്കിന് 3 അക്ഷരമാണുള്ളത്. എന്നാൽ അതുകൊണ്ട് തീരുന്നില്ല. 75 വർഷം ജീവിതം എന്ന വാക്കിന് 3 അക്ഷരമാണ്. ആ 75 വർഷക്കാലം ജീവിപ്പാനുള്ള ഭാഗ്യം ലഭിച്ചു.
കഴിഞ്ഞ ദിവസം കർത്താവ് തന്നെ വിളിച്ചപ്പോൾ മരണമെന്ന വാക്കിന് 3 അക്ഷരമാണ് തൻ്റെ ഈ ലോകവാസം വെടിഞ്ഞ് നിത്യതയിലേക്ക് പോകുവാനിടയായി. എന്നാൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിത്യത എന്ന വാക്കിനും 3 അക്ഷരമാണ്. 75 വർഷം കൊണ്ട് ജീവിതം തീർന്നു. മരണമെന്ന വാക്കിൽ കൂടെ നിത്യത എന്ന ആ തുടക്കം ആരംഭിച്ചിരിക്കുകയാണ്. നിത്യത ഒരു ദിവസമല്ല, കോടി കോടി വർഷമാണ്. ഞാൻ എൻ്റെ സഭയിൽ പെനിയൽ അസംബ്ലീസ് കോടി ചർച്ചിൽ പറയാറുള്ള ഒരു വചനമാണ്. നമ്മുടെ വീടുകളിൽ പണി നടക്കുമ്പോൾ മേശിരി വന്ന് തട്ടും മുട്ടും കൊണ്ടുവന്ന് ആ കോൺക്രീറ്റ് കെട്ടിടം ബലപ്പെടുത്താൻ വേണ്ടി ചെയ്യുന്ന ചില പണികളുണ്ട്. 10-21 ദിവസം കഴിയുമ്പോൾ ഈ മുളയും ഈ മാമ്പലകയെല്ലാം എടുത്തുകൊണ്ട് പോകും. അതിനുശേഷം ഉറച്ചു നിൽക്കുന്ന ഒരു ടെറസ് ബിൽഡിംഗ് ഉണ്ട്. ഞാൻ പറയാറുള്ളത് 70-80 വർഷം എന്ന് പറഞ്ഞാൽ ഈ മുള പോലെ, ഈ മാമ്പലക പോലെ തൽക്കാലത്തേക്ക് ഇതൊന്ന് ഫോം ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. ഇതിന് കൂടുതൽ വലിയ പ്രാധാന്യത കൊടുക്കേണ്ട കാര്യമില്ല. നിത്യത എന്നുള്ളതാണ് നിലനിൽക്കുന്നത്. കോടി വർഷം കർത്താവിനോടൊപ്പം ആയിരിക്കുന്ന അഭാഗ്യത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ഭൂമി നടക്കാൻ പോകുന്ന സംഭവം എന്ന് പറയുന്നത് ഒരു ഭൂകമ്പം ഉണ്ടാകുമോ, ഒരു സുനാമി ഉണ്ടാകുമോ, ഡോളറിന്റെ വില താഴുമോ, ഇതൊന്നുമല്ല. എന്തെങ്കിലും സംഭവിക്കട്ടെ, പക്ഷേ ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം കർത്താവിന്റെ വരവാണ്. വേദപുസ്തകം അതിനെക്കുറിച്ച് പൗലോസ്ലീഹ എന്ത് പറയുന്നു? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. ദൈവവചനം പറയുന്നു, ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊള്ളുകയും. ഇന്ന് രാവിലെ സമയം ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ ദൈവത്തിന്റെ വചനം ആശ്വസിപ്പിക്കട്ടെ. ബെഥേൽ ചർച്ചിലുള്ള വിശ്വാസികളെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പെനിയൽ ചർച്ചിന്റെ എല്ലാ അനുശോചനങ്ങളും ദുഃഖങ്ങളും ഈ സമയത്ത് രേഖപ്പെടുത്തിക്കൊണ്ടും കർത്താവിന്റെ വരവിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാത്തവർ ഒരുങ്ങുവാനും, ഈ പിതാവിന്റെ ആ ആമേൻ ജീവിതത്തിന്റെ ആ നല്ല ഭാഗങ്ങളെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും കർത്താവ് ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സമയം തന്ന പ്രിയപ്പെട്ടവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടും വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട പൊടിച്ചാൻ്റെ ഭാര്യ കുഞ്ഞമ്മാമയുടെ ജ്യേഷ്ഠ സഹോദരി കൂട്ടായ്മയ്ക്ക് ആരാധനയിൽ പോകുന്ന ചാരമുട IPC സഭയുടെ എബ്രഹാം തോമസ് ദൈവദാസൻ ചില കുറത്തിയാട്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്ഥലം സഭയുടെ ശുശ്രൂഷകൻ, മറ്റ് ബഹുമാന്യരായ കർത്തദാസന്മാർ, ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പ്രിയ അച്ഛൻ എനിക്ക് പരിചയപ്പെടുവാൻ കഴിഞ്ഞത് പ്രിയ ലാലച്ചൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ വന്ന് സംബന്ധിച്ചപ്പോഴാണ് കാണുവാനും പരിചയപ്പെടുവാനും ഒക്കെ ഇടയായത്. എന്നാൽ കഴിഞ്ഞ ചില ദിവസങ്ങൾ താൻ ശാരീരികമായി ക്ലേശങ്ങൾ അനുഭവിക്കുന്നു എന്നറിഞ്ഞ് മമ്മയും ബേക്കുട്ടിയൊക്കെ വിവരം അറിയിച്ചു. സഭയായി ഞങ്ങൾക്കും പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവ് സഹായിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം ഇങ്ങനെയായിരുന്നു എന്നുള്ളതിൽ നമുക്കാർക്കും ചോദ്യം ചെയ്യുവാനായിട്ട് അവകാശമില്ല. ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുമ്പോൾ ദൈവമാണ് നിശ്ചയിക്കുന്നത് എത്ര നാൾ ഭൂമിയിൽ ജീവിച്ചിരിക്കണമെന്നുള്ളത്. അതിൻ്റെ ഉടമസ്ഥാവകാശം ദൈവത്തിനുള്ളതാണ്. നമുക്കറിയാം, ഓരോ പ്രായത്തിലുള്ളതായ വിവിധ പ്രായത്തിലുള്ളതായ പ്രിയപ്പെട്ടവർ മരണം വഴിയായി മാറ്റപ്പെടുന്നത്. മരണം എന്നുള്ളത് എല്ലാ മനുഷ്യനും വേർപാട് ദുഃഖം ഉളവാക്കുന്നതായൊരു കാര്യമാണ്. എന്നാൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രത്യാശ, ദൈവിക സമാധാനം നമുക്ക് നൽകുവാനായിട്ടിടയായിത്തീരുന്നു. ഈ 75 വർഷം വരെ ഭൂമിയിൽ ജീവിപ്പാൻ കർത്താവ് സഹായിച്ചു. അതിനേക്കാൾ എല്ലാം ഉപരിയായി താനൊരു ദൈവ പൈതലായി ജീവിപ്പാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ. എത്ര പ്രായം ചെന്നവരാണെങ്കിലും, എത്ര ശാരീരിക അസ്വസ്ഥത അനുഭവിക്കുന്നവരാണെങ്കിലും,
വേർപെടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ദുഃഖമാണ്. എന്നാൽ ഒരു വലിയ പ്രത്യാശ ദൈവം നമുക്ക് തന്നിട്ടുള്ളത് ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുന്നു. തെസ്സലോനിക്കയിലെ അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗ്ഗം നിറഞ്ഞു വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ ജനിച്ച്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ മരിച്ചതായ ഒരു വ്യക്തിക്ക് അഥവാ ഈ പ്രിയ പിതാവിനെ ഒരു ദിവസം നമുക്ക് കാണാമെന്നുള്ളതായ ഒരു വലിയ പ്രത്യാശയാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. ദൈവത്തിന് സർവ്വബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം തന്റെ ദാസിയെയും കുഞ്ഞുങ്ങളെയും പ്രിയപ്പെട്ടവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേക ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എബ്രായ ലേഖനത്തിലും വായിക്കുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. അത് യാഥാർത്ഥ്യമായ കാര്യമാണ്. പക്ഷെ അതിന്റെ സമയം എപ്പോഴാണെന്ന് നമുക്ക് ആർക്കും നിശ്ചയിക്കാനായിട്ട് കഴിയയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രായം ചെന്നവരും ചെറുപ്പക്കാരും രാജാവായാലും പ്രജയായാലും മരണം വഴിയായി കടന്നുപോയേ മതിയാകൂ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടി, ദൂരവേ അല്ല മരണമെന്നാർക്കറിയാം, ലേശമില്ലാ സമയങ്ങൾ, രാജാക്കന്മാർ ധീരരായ വീരന്മാരും തീരെ സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. മരണത്തിന് രാജാവെന്നോ പ്രജയെന്നോ കുബേരനെന്നോ കുചേലനെന്നോ ഒരു വ്യത്യാസവുമില്ല. ആർക്കും ഒളിച്ചിരിപ്പാനായി കഴിയയില്ല. മരണത്തിന്റെ കരാളഹസ്തങ്ങൾ പിടിക്കുന്നതിന് മുൻപേ ലോകത്തിൽ ദൈവം തന്ന ആയുസ്സിൽ ഒരു ദൈവവൈതലായി ജീവിപ്പാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും ഭാഗ്യകരമായ അവസ്ഥ. മനുഷ്യൻ ഈ ലോകത്തിൽ എന്തെല്ലാം സമ്പാദിച്ചാലും അതിനോടെല്ലാം ഒരു ദിവസം വിട പറഞ്ഞേ മതിയാകത്തുള്ളൂ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിലനിൽക്കുന്ന ആ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി കർത്താവിന്റെ വരവിനായി നോക്കി പാർക്കുവാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു സുവിശേഷ നിലയിൽ എനിക്ക് ഇന്ന് പകലിൽ ഓർപ്പിപ്പാനായിട്ടുള്ളത്, അടുത്ത ദിവസം ഈ ഇടുങ്ങിയതായ പെട്ടി, ഇതുപോലെ ഇടുങ്ങിയ പെട്ടിയിൽ നമ്മിൽ ആരായിരിക്കും നമുക്ക് ആർക്കും നിശ്ചയിപ്പാൻ കഴിയില്ല. അതിനു മുൻപേ ദൈവമായുള്ളതായ ബന്ധത്തിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം ആശ്വസിപ്പിക്കട്ടെ, ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് ആ വലിയ പ്രത്യാശയിൽ പ്രിയ പിതാവിനെ കാണാമെന്നുള്ള വാക്കുകളോടെ ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. IPC മാവേലിക്കര ഈസ്റ്റ് സെന്ററിന്റെയും കുറത്തിയാട് സഭയുടെയും എൻ്റെ കുടുംബത്തിന്റെയും ദുഃഖവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും. ദൈവത്തിന് മഹത്വം, നന്ദി പറയുകയാണ്. പല പ്രിയപ്പെട്ടവര്, ഈ കുടുംബത്തോട് ആത്മീയ ബന്ധമുള്ളവര്, രക്തബന്ധമുള്ളവര്, ദൈവിക ശുശ്രൂഷയിലായിരിക്കുന്നവര് പലരും അവസരങ്ങൾ അവർക്ക് കൊടുക്കണം. എന്നാൽ എല്ലാവരും പല ശുശ്രൂഷകൾ പിന്നെയും ഉള്ളവരായതുകൊണ്ട് വേഗത്തിൽ പോകാനായിട്ട് ഉള്ളവരാണ്. ആകയാൽ എടുക്കുന്ന പ്രിയപ്പെട്ടവര് ഇനിയുള്ള സമയം ഒരു വാക്ക് പറഞ്ഞ് ചുരുക്കാൻ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. ദൈവത്തിന് ദാസൻ സതീഷ് അവറുകൾ, കർത്താവിൻ്റെ ദാസൻ, ഈ സമയമെടുക്കും. IPC. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന ഈ പ്രിയ കുടുംബത്തെ ദൈവം സകല ആശ്വാസങ്ങളും നൽകി ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവിച്ചിരിക്കുമ്പോൾ യേശു കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവുമായിട്ടുള്ള ഒരു നല്ല ബന്ധത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ ജീവിതത്തിൽ അതിനൊരു അവസരം ദൈവം നൽകി. കർത്താവുമായിട്ടുള്ള നല്ല ആഴമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് തനിക്ക് അല്പം വൈകിയാണെങ്കിലും കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ എന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. കാരണം അവർ ഭാഗ്യകരമായ ഒരവസ്ഥയിലേക്കാണ് കടന്നു പോകുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പ്രിയപ്പെട്ട പിതാവ് ലാഭകരമായ ഒരു അനുഭവത്തിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. കഷ്ടതകളില്ലാത്ത, വേദനയില്ലാത്ത, ദുഃഖവും മുറവിളിയുമില്ലാത്ത ശ്രേഷ്ഠകരമായ ഒരു അനുഭവത്തിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. മാനുഷികമായ നിലയിൽ മരണം എന്ന വേർപാട് നമുക്ക് ദുഃഖമുളവാക്കുന്നതാണെങ്കിലും മറ്റുള്ള വ്യക്തികളെ പോലെ നാം അമിതമായിട്ടുള്ള ദുഃഖത്തിൽ മുങ്ങിപ്പോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. എനിക്ക് മുൻപേ പറഞ്ഞ ദേവദാസൻ ഓർപ്പിച്ചതുപോലെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുന്ന ആ ഉയർപ്പിൻ സുപ്രഭാതത്തിൽ
തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ ഈ പ്രിയപ്പെട്ട പിതാവിനെയും കാണാമെന്നുള്ളത് നമ്മുടെ പ്രത്യാശയാണ്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറിപ്പോകാത്ത ദൈവവചനത്തിൻ്റെ സത്യമാണ്. അതുകൊണ്ട് ദൈവം ഈ പ്രിയപ്പെട്ട കുടുംബത്തെ സകല ബുദ്ധിയും കവിയുന്ന ദൈവികമായിട്ടുള്ള സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയ ഷൈനി സിസ്റ്ററും ബാബു ബ്രദറും എൻ്റെ ബന്ധുക്കളാണ്. അവരുടെ ഈ അഗാധമായിട്ടുള്ള ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുകയാണ്. ഞാൻ ശുശ്രൂഷിക്കുന്ന IPC ഹെബ്രോൻ പുത്തൻകാവ് ചർച്ചിൻ്റെയും അതുപോലെ തന്നെ ഞാൻ വചനം പഠിപ്പിക്കുന്ന ഹെബ്രോൻ ഗോസ്പൽ തിയോളജിക്കൽ കോളേജിൻ്റെയും എല്ലാ പ്രത്യാശയും അഗാധമായിട്ടുള്ള ദുഃഖവും ഞാൻ എൻ്റെ രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് ദുഃഖത്തിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ട കുടുംബത്തെ എല്ലാ നിലകളിലും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ ദൈവത്തിൻ്റെ ദാസൻ പൊടിയച്ചായനോട് ഉള്ള ബന്ധത്തിൽ ആത്മീയമായി തന്നെ വിശ്വാസത്തിൻ്റെ പാതകളിലേക്ക് പല പ്രാവശ്യമായി സന്ദർശിച്ചും ഇടപെട്ടും ഒക്കെ ആകർഷിക്കുകയും വിശ്വാസ സ്നാനം കൊടുക്കുകയും ചെയ്ത് ആത്മീയമായി വളരെ ബന്ധമുള്ള വ്യക്തി ആണ് പാസ്റ്റർ ജോണിക്കുട്ടി അവറുകൾ. അദ്ദേഹം എറണാകുളത്ത് താമസിച്ചുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസൻ വാവക്കുട്ടി ഷൈനി അവരും ആത്മീയമായി വളരെ സ്നേഹിക്കുകയും അവർക്ക് എല്ലാ കൈത്താങ്ങും കൊടുക്കുന്ന ദൈവദാസനാണ്. ദൈവത്തിൻ്റെ മകനെ ദൈവം അനുഗ്രഹിക്കട്ടെ. 2013 ഏപ്രിൽ 8 കർത്താവിൻ്റെ ദാസൻ പൊടിയച്ചാന് വിശ്വാസ സ്നാനം സ്വീകരിച്ച് വിശ്വാസം ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ചേർന്ന് ദൈവസഭയുടെ കൂട്ടായ്മയിൽ വരുവാൻ ഇടയായത്. 14/4/2013 അസംബ്ലീസ് ഓഫ് ഗോഡ് ബേതേൽ കൊല്ലകടവ് ചർച്ചുമായിട്ടുള്ള ബന്ധത്തിൽ അംഗത്വത്തിലേക്ക് വരികയും കുടുംബമായിട്ട് അവർ മക്കളോടൊന്നിച്ച് ഈ സഭയുടെ ബന്ധത്തിൽ വരുവാൻ ദൈവം മുഖാന്തരം ഒരുക്കി. നല്ല മാതൃകയോടെ തൻ്റെ ആയുസിൻ്റെ അല്പസമയമേ ഉണ്ടായിരുന്നുള്ളെങ്കിലും ദൈവത്തിനായി നിൽക്കുകയും കർത്താവിൻ്റെ വേലയ്ക്ക് വളരെ പിന്തുണ തരികയും ആവോളം താൻ ഒരു വീഴ്ച നിമിത്തമായിട്ട് രോഗിയായി തീർന്നു. നേരത്തെ തന്നെ ചില പ്രയാസങ്ങൾ തനിക്കുണ്ടായിരുന്നെങ്കിലും ഈ വീഴ്ചയോടുകൂടെ തൻ്റെ രോഗം മൂർച്ഛിക്കുകയും വളരെ മാനുഷികമായ നിലയിൽ ചെയ്യാവുന്ന എല്ലാ ട്രീറ്റ്മെൻറ്റുകളും കൊടുത്തു. അവസാന സമയമായപ്പോൾ ദൈവസേനയിലേക്ക് താൻ കയറിപ്പോകുവാൻ തക്കൊണ്ണം ദൈവത്തിന് ഇഷ്ടമായി അങ്ങനെ വിളിച്ചു ചേർക്കപ്പെട്ടു. കർത്താവിൻ്റെ ദാസൻ ജോണിക്കുട്ടി പാസ്റ്റർ ചില നിമിഷങ്ങൾ എടുക്കും. അതിനുശേഷം ബാക്കിയുള്ള ദൈവദാസന്മാർക്ക് അവസരം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തിടുമാറാകട്ടെ. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർക്ക് മറ്റുള്ള പ്രിയപ്പെട്ട യേശു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിനെ പോലെ സ്നേഹിക്കുകയും അനേക പ്രാവശ്യങ്ങൾ ഒരുമിച്ച് കാണുവാനും ഒരുമിച്ചൂടെ പാർക്കുവാനും ദൈവം ജീവിതത്തിൽ അവസരം നൽകിയിട്ടുള്ള വാത്സല്യ പിതാവിൻ്റെ വേർപാടുള്ള ബന്ധത്തിൽ ആയിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും കുഞ്ഞുങ്ങളെയും സർവാശ്വാസങ്ങളുടെ ദൈവം ആശ്വസിപ്പിക്കുവാനിടയായി തീരട്ടെ. 8 വർഷങ്ങൾക്ക് മുമ്പ് പ്രിയ ഷൈനി സിസ്റ്ററെയും ബാബുർത്തനെയും UK വെച്ച് കാണുവാൻ പരിചയപ്പെടുവാനായിട്ട് ദൈവം അവസരം നൽകി. അന്ന് മുതൽ വളരെ നല്ല ഒരു സ്നേഹബന്ധം, ഒരു സ്വന്തം സഹോദരനും കുടുംബം എന്ന പോലെ ആ നല്ലൊരു ബന്ധത്തിൽ കഴിഞ്ഞ കാലങ്ങളായിരിക്കാനായിട്ട് ദൈവം അവസരം നൽകി. അവരുടെ ജീവിതത്തിൽ അന്ന് അവരെ അറിയുന്ന നാൾ മുതൽ ഷൈനി സിസ്റ്ററുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വലിയ ഭാരവും ഏറ്റവും വലിയൊരു പ്രാർത്ഥനാ വിഷയമായിരുന്നു. പിതാവിൻ്റെയും മാതാവും പ്രിയപ്പെട്ടവരും തൻ്റെ സഹോദരിയും കുടുംബവും തൻ്റെ സഹോദരനും കുടുംബരൊക്കെ ദൈവകൃപയിലേക്ക് വരിക, ദൈവത്തെ അറിയുക, ദൈവത്തിൻ്റെ മക്കളായി തീരുക എന്നുള്ളത് തൻ്റെ പറയുമ്പോൾ തന്നെ ആ വാക്ക് പറയുമ്പോൾ തന്നെ തൻ്റെ കണ്ണുകൾ നിറയുന്ന തൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ കൃപയാൽ ഈ ഭവനത്തിൽ വരാൻ പ്രിയ അപ്പച്ചനോടും അമ്മച്ചോടും സംസാരിപ്പാനും ഒക്കെ അവസരങ്ങൾ പല ദേവദാസന്മാർക്ക് ലഭിച്ചിട്ടുള്ളതുപോലെ എനിക്കും കർത്താവ് തന്നു. ദൈവസന്നദ്ധിയിൽ അങ്ങനെ സമയങ്ങൾ ചെലവഴിച്ചപ്പോഴെല്ലാം സംസാരിച്ചപ്പോഴെല്ലാം അതിന് അന്നൊക്കെ പലപ്പോഴും തനിക്ക് തടസ്സങ്ങൾ തോന്നി, അല്ലെങ്കിൽ അതിന് തടസ്സങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അതിന് ഒത്തിരി തടസ്സങ്ങൾ പിതാവ് പറഞ്ഞ് ഓർക്കുന്നുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു.
എന്നാൽ അവർ ഓരോ പ്രാവശ്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഷൈനിയും ബാബുദർ ഓരോ പ്രാവശ്യം അവധിക്ക് വന്നിട്ട് കടന്നു പോകുമ്പോഴെല്ലാം അവസാനം പറഞ്ഞിട്ടുള്ളൊരു വാക്കിന് ഞാനിപ്പോഴും ഓർക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രതീക്ഷയോടെയാണ് ഈ പ്രാവശ്യവും പാസ്റ്റർ വന്നത്. പിതാവിനെയും മാതാവിനെയും ദൈവസന്നിധിയിൽ ഒരുക്കാൻ ആഗ്രഹിച്ചു. അപ്പോഴെല്ലാം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് വിശ്വസിച്ചു. അതിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ പ്രാവശ്യം മടങ്ങിപ്പോയപ്പോൾ വളരെ വലിയൊരു സംഭവം, വലിയൊരു കാര്യം ഇവിടെ ജീവിതത്തിൽ നടന്നതുപോലെ ഒരു വലിയ ആനന്ദത്തോടെയാണ് മടങ്ങിപ്പോയത്. ദൈവത്തിൻ്റെ ആത്മാവെന്ന് ഞാൻ പറഞ്ഞ് ഓർക്കുന്നുണ്ട്. പോയാലും ഈ പ്രാവശ്യം അടുത്ത അവധിക്ക് മുമ്പ് തിരിച്ചു വരേണ്ടി വരുമായിരിക്കും. അങ്ങനെ വരേണ്ടി വരുമെന്നുള്ളൊരു ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തനിക്ക് വളരെ കുറച്ച് സമയം മാത്രമേ പ്രിയ അപ്പച്ചന്, കർത്താവിന് സ്തോത്രം, വളരെ കുറച്ച് സമയമേ അപ്പച്ചന് ഈ ഭൂമിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് കർത്താവിൻ്റെ സാക്ഷിയാകുവാനായിട്ട് അവസരം കിട്ടിയുള്ളൂ. എന്നാൽ പ്രിയ ഈ സഭയുടെ ശുശ്രൂഷകനായി വിളിപ്പെട്ട ദാസനെ ഓർക്കുന്നു. തനിക്ക് കർത്താവിന് സ്തോത്രം നല്ല ഒരു ദൈവദാസനെ, സഭയെ ദൈവം കൊടുത്തു. അന്ന് മുതൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ അനുഭവം, പ്രത്യേക നിലയിൽ ഒരു ആരാധന പോലും മുടക്കാതെ ഞാൻ കേട്ടിടത്തോളം ഏറ്റവും നന്നായി അവർക്ക് കൈത്താങ്ങൽ കൊടുക്കുകയും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അത് ജീവിതത്തിൽ ലഭിക്കാവുന്നതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ സ്നേഹം നിറഞ്ഞ, വളരെ ഓരോ മക്കളോട്, കുഞ്ഞുങ്ങളോട് ഓരോരുത്തരുടെയും പേരുകൾ എപ്പോഴും കാണാൻ കൊതിക്കുന്ന ഓരോരുത്തരുടെയും പേരുകൾ ഇങ്ങനെ എണ്ണി എണ്ണി ഒരാളുടെ പേര് പറഞ്ഞു നിർത്തി അടുത്തയാളുടെ പേര്, ഓരോരുത്തരുടെയും പേരുകൾ ഇങ്ങനെ എണ്ണി 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 പറഞ്ഞ് ഓരോ മണിക്കൂറിലും കാണാൻ ആഗ്രഹിക്കുന്ന, കൊതിക്കുന്ന, സ്നേഹിക്കുന്ന. കഴിഞ്ഞ പ്രാവശ്യം സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ വന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, അപ്പച്ചനോട് ഞാൻ പറഞ്ഞു, അപ്പച്ചൻ നീ എന്നാ എറണാകുളത്തോട്ട് വരുന്നത്? എറണാകുളത്തോട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് വരണമല്ലോ എന്ന് പറഞ്ഞു. അതെങ്ങനെയാ പക്ഷേ ഇനി എന്നെ സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിടുവാണെങ്കിൽ ഞാൻ വരാം. സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിടുവാണെങ്കിൽ പലരും കേട്ടുകൊണ്ടിരുന്നതാണ്. സ്വർഗത്തിൽ നിന്ന് ഇറക്കി വിടുവാണെങ്കിൽ ഞാൻ വരാം, അല്ലാതെ എനിക്കിനി എറണാകുളത്തോട്ട് വരാനൊന്നും പറ്റൂല. കഥാനുശോധനം അങ്ങനെയാ പറഞ്ഞു. അപ്പോൾ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയത് എത്ര വലിയ പ്രത്യാശയാണ്, എത്ര വലിയ പ്രത്യാശ കൊണ്ട് ആ ഹൃദയം, ആ മനസ്സ് നിറഞ്ഞിരിക്കുന്നു. ഇനി എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയില്ല. ഇനി എനിക്കൊരു യാത്രയുണ്ടെങ്കിൽ അത് നിത്യതയിലേക്കാണ്, സ്വർഗത്തിലേക്കാണ്. അവിടുന്ന് എനിക്ക് വരണമെങ്കിൽ കർത്താവിൻ്റെ സ്വർഗത്തിൽ ഇറക്കി വിട്ടാലേ പറ്റൂ എന്ന് ഉറച്ചു പറയാൻ കഴിയുന്ന, അത് സുഖമായിട്ടിരിക്കുമ്പോൾ പറഞ്ഞതല്ല, രോഗത്തിന്റെ കാഠിന്യം അനുഭവിച്ചിട്ട് ശ്വാസം വലിക്കാൻ പോലും ബുദ്ധിമുട്ട് അനുഭവിച്ച് വളരെ ക്ലേശം അനുഭവിക്കുമ്പോഴും പരാതിയില്ലാതെ, പിറുപിറുക്കാതെ, പ്രത്യാശയോടെ താൻ പ്രിയംവച്ച കർത്താവിന്റെ സന്നിധിയിൽ പോകാമെന്നുള്ള ഒരു വലിയ പ്രാഗൽഭ്യവും ധൈര്യവും പ്രത്യാശയും പ്രാപിച്ച് ഈ ചുരുക്കം നാളുകൾക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ വിശ്വാസം വന്നതിന് ശേഷം എനിക്ക് ദൈവം ഭാഗ്യം നൽകി. അതോർക്കുമ്പോൾ വലിയ സന്തോഷവും വലിയ ആശ്വാസമുണ്ട്. അതിന് കർത്താവിന് സ്തോത്രം. അവരുടെ മക്കളെ ഓർത്തിയൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ അമ്മച്ചിയെ ഓർക്കുന്നു. വലിയ വില പ്രിയ പിതാവിന് വേണ്ടി അവർ കൊടുത്തു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഷൈനി സിസ്റ്ററെ ഓർക്കുന്നു. എന്താ ചെയ്യാൻ പറ്റുക, എന്താ കൊടുക്കാൻ പറ്റുക, എങ്ങനെയാണ് അവരെ ശുശ്രൂഷിക്കാൻ പറ്റുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് വലിയ ഭാരത്തോടെ ചിന്തിക്കുവാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഒരു മകളെന്ന നിലയിൽ, മരുമൻ നിലയിലൊക്കെ പ്രിയ മക്കൾക്ക് എല്ലാവർക്കും, പ്രത്യേകം എല്ലാ മക്കൾക്കും ആ ഒരു വലിയ ദൈവാനുഗ്രഹം ദൈവം നൽകി. ഒടുവിൽ നല്ല നിലയിൽ ശുശ്രൂഷിപ്പാൻ ദൈവം നൽകി. ഇതിന് അനിയൻ പ്രിയ ജോയിച്ചൻ ഓർക്കുന്നു. ആ പ്രിയ ദേവദാസനും ഒക്കെ അതിനുള്ള ഭാഗ്യം ദൈവം നൽകി. അതെല്ലാം ഓർത്തും കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രതികാല കർത്താവിൻ്റെ മക്കളെ ദൈവം ആശ്വാസം കൊണ്ടും സമാധാനം കൊണ്ടും നിറയ്ക്കട്ടെ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. താൻ തൻ്റെ ഓട്ടം തികച്ചു, തൻ്റെ വിശ്വാസം കാത്തു, ആ നീതിയുടെ കിരീടം പ്രാപിപ്പാൻ താൻ പ്രിയം വെച്ച കർത്താവിൻ്റെ സന്നദ്ധിയിൽ ചേർക്കപ്പെടുവാനിടയായി. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആ വലിയ പ്രത്യാശയിലേക്ക് തന്നെ ദൈവം ഒരുക്കി. അങ്ങനെ കർത്താവിനെ സ്നേഹിച്ച് ജീവിപ്പാൻ കഴിഞ്ഞു. കർത്താവ് നൽകിയ എല്ലാ അവസരങ്ങളെ ഓർക്കുന്നു. പ്രിയ മക്കൾക്ക് കൊടുത്ത ദൈവകൃപയ്ക്കായി സ്തുതിക്കുന്നു. നല്ല സഭ ദൈവം അവർക്ക് വേണ്ടി കരുതി. അതെല്ലാം ഓർത്തി എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ജീവിതത്തിൽ ലഭിക്കാവുന്ന ഒരു മനുഷ്യ ആയുസ് ലഭിക്കാവുന്ന ഏറ്റവും ഭാഗ്യകരമായ അവസരങ്ങളാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആലപ്പുഴയിലെ പ്രിയ പാസ്റ്ററെ ഓർക്കുന്നു. കർത്താവിൻ്റെ ദാസനും ഈ കുടുംബത്തോട് ബന്ധത്തിൽ ഈ പ്രിയ പിതാവിൻ്റെയും മാതാവിൻ്റെയും വിഷയത്തിൽ ആ കർത്തദാസനും വളരെ ഒത്തിരി ആത്മാർത്ഥമായി ഓടി നടന്ന് ഇപ്പോഴും അവരെ കരുതുന്നത് കാണാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്.
പ്രിയദാസനെ ഓർക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. കർത്താവിന്റെ സ്തോത്രം. ഒരു വലിയ പ്രത്യാശയാണുള്ളത്. വലിയ പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഈ പ്രിയ പിതാവ് താന് രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, കണ്ണുനീരില്ലാത്ത, അവിടെ ശ്വാസമുട്ടലോ ക്ലേശങ്ങളൊന്നുമില്ല, അവിടെ ഇമ്പങ്ങളുടെ പ്രതീക്ഷയാണ്. ആ നിത്യ ഭവനത്തിലേക്ക് തനിക്ക് പോകുവാൻ ദൈവം ഭാഗ്യം നൽകി. അതാണ് സ്വന്തം ഒരു പ്രത്യാശ. നമ്മുടെ പ്രിയ പിതാവിനെ വീണ്ടും കാണാമെന്നുള്ളൊരു വലിയ ഭാഗ്യം കർത്താവിൻ സ്വത്രം ചെയ്തു. മൺമറിഞ്ഞു പോയ വിശുദ്ധന്മാർ ഉയർക്കുന്ന ആ പൊൻപുലരിയിൽ പ്രിയ പിതാവിനെയും കാണാമെന്നുള്ള അവർ വലിയ പ്രത്യാശ നൽകിയിരിക്കുന്നതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബാംഗങ്ങളെ, മക്കളെ, സർവശക്തനായ ദൈവം, സർവാശ്വാസങ്ങളുടെ ദൈവം, അമ്മയെ ആശ്വസിപ്പിക്കുമ്പോൾ ആശ്വസിക്കുന്ന ദൈവം എല്ലാവിധ സമാധാനം കൊണ്ടും ആശ്വാസം കൊണ്ടും നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എറണാകുളത്തുള്ള ബദൽ ഷാരോൻ ഫെലോഷിപ്പ് ചർച്ചിൻ്റെയും സഭാംഗങ്ങളുടെയും ദുഃഖവും അതുപോലെ പ്രത്യാശയും എൻ്റെ വ്യക്തിപരമായ പ്രത്യാശയും അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ഈ സമയം കയറൊരു പാട്ട് പാടും. മൺമയമായുലകിൽ കാൺമതും മായ വന്മഹിമ ധനം സുഖങ്ങൾ സകലവും മായ. മൺമയമായുലകിൽ കാൺമതും മായ വന്മഹിമ ധനം സുഖങ്ങൾ സകലവും മായ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ ഇന്നു കണ്ടു നാളെ വാടും പൂക്കളെ പോലെ. ധാന്യം, ധനം, ലാഭം, കീർത്തി നഷ്ടമാകും. മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. ധാന്യം, ധനം, ലാഭം, കീർത്തി നഷ്ടമാകും. മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. മൺമയമായുലകിൽ കാൺമതുമായ വന്മഹിമാ ധനം സുഖങ്ങൾ സകലവും മായ. ഏഴു പത്തോ ഏറെയായാൽ 80 മാത്രം. നീളുമായുസ്സു നിലച്ചാൽ കഷ്ടത മാത്രം. ഏഴു പത്തോ ഏറെയായാൽ 80 മാത്രം. നീളുമായുസ്സു നിലച്ചാൽ കഷ്ടത മാത്രം. ദൈവമക്കൾ നമുക്ക് സ്വർഗം ആ സ്വന്തദേശം. കേവലമീ പാരിടമോ വെറും പരദേശം. ദൈവമക്കൾ നമുക്ക് സ്വർഗം ആ സ്വന്തദേശം. കേവലമീ പാരിടമോ വെറും പരദേശം. മൺമയമായി
തീയുലകിൽ കാൺമതും മായ വന്മഹിമ ധനം സുഖങ്ങൾ സകലവും മായ മൺമയമാം തീയുലകിൽ കാൺമതും മായ വന്മഹിമ ധനം സുഖങ്ങൾ സകലവും മായ. ദൈവത്തിന് മഹത്വം. ഈ കുടുംബത്തോട് ബന്ധമുള്ള കർത്താവിൻ്റെ ദാസൻ APC കൂട്ടായ്മയോട് ബന്ധപ്പെട്ട് ദൈവ വേല ചെയ്യുന്ന ജോർജ് അവറുകൾ ഈ സമയത്ത് ഒരു വാക്ക് എടുക്കും. അതിനുശേഷമായിട്ട് എടത്തുവ കുട്ടനാട് ബോട്ടിൽ കൂടെ ഉള്ള സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ടോമി അവറുകളും അതിനുശേഷം ഒരു വാക്ക് ദുഃഖം രേഖം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ഈ ദേഹാഭിയോഗത്തോടുള്ള ബന്ധത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രിയ കുഞ്ഞമാമയ്ക്കും കുഞ്ഞുങ്ങൾക്കും വലിയവനായ കർത്താവ് ആശ്വാസവും സമാധാനവും പകരുമാറാകട്ടെ. ഈ പൊടിയച്ചാനെ കുറിച്ച് കേട്ടുകേൾവിയല്ല, വളരെ അടുത്ത ബന്ധവും പരിചയമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. 55 വർഷം മുൻപ് എടത്തുവായിൽ നിന്ന് ഞങ്ങൾ കടന്നു വരുന്ന സമയത്ത് ഉള്ള ആ സമയം മുതലുള്ളതായിരിക്കുന്ന സ്നേഹബന്ധം. തന്നെക്കുറിച്ച് ഒത്തിരി കാര്യം എനിക്ക് പറയുവാനുണ്ട്. പക്ഷേ സമയം വളരെ മുന്നോട്ട് പോകുന്നല്ലോ. ഒരു വാക്കുപോലും ഞാൻ ദൈവവചനത്തിൽ നിന്ന് പറയത്തില്ല. പക്ഷെ 1-2 കാര്യം എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഈ അച്ചായന് ഒരു നിഷ്കളങ്കനായ മനുഷ്യനായിരുന്നു. ഒറ്റ മനുഷ്യൻ പോലും അദ്ദേഹത്തെക്കുറിച്ച് ഒരു ദോഷകരമായ ഒരു വാക്ക് ഉച്ചരിക്കുകയില്ലെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഒരു ദൈവ ഭക്തനായിരുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല കൊർന്നല്യസിനെ പോലെ. എന്നാൽ താനൊരു സാക്ഷ്യമുള്ള മനുഷ്യനായിരുന്നു. ഒരു ദുർസ്വഭാവം മാത്രമാണ് തൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടത്. പുകവലിക്കുമായിരുന്നു. ഞങ്ങൾ ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞങ്ങളെ വന്ന് ഒത്തിരി മോനെ മക്കളെ എന്ന് പറഞ്ഞ് ഗുണദോഷിച്ചതായിരിക്കുന്ന അച്ചായനെ ഈ രക്ഷയുടെ ഭാഗത്തേക്ക് കടന്നു വന്നതിന് ശേഷം പലപ്പോഴും ഈ കുഞ്ഞമാമയോടും അച്ചായനോടും കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് പറയുവാനൊക്കെ ഇടയായി തീർന്നിട്ടുണ്ട്. ആ സമയത്ത് എന്നോട് പറയും, മോനെ വാങ്ങിച്ച ബീഡിയിൽ ഒരു 4 എണ്ണം കൂടെ ഉണ്ട്, അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വലിക്കത്തില്ല. പിന്നെയും ചില ദിവസം കഴിയുമ്പോൾ ഇതേ നിലയില്ല. ഏതാണ്ട് 4 വർഷത്തിന് മുൻപാണെന്ന് തോന്നുന്നു ഞാൻ ഇവിടെ ഒന്ന് വന്ന് അമ്മാമയച്ചാനെയും കാണുവാൻ ഇടയായി തീർന്നു. കുഞ്ഞുങ്ങളുടെ വിവരം അറിഞ്ഞു. അപ്പോഴാണ് ഷൈനിമോളൊക്കെ സ്നാനപ്പെട്ടു, ഇംഗ്ലണ്ടിലാണെന്നൊക്കെ അറിയുവാനിടയായത്. ഈ അടുത്ത സമയത്ത് ഞാൻ അറിഞ്ഞു അച്ചായനും കുടുംബമായിട്ട് ദൈവകൽപ്പന അനുസരിച്ചു എന്ന്. വളരെ സന്തോഷം എനിക്കുണ്ടായി. എന്നിട്ട് കഴിഞ്ഞ ആഴ്ചയിലാണ് എൻ്റെ സഹോദരി വിളിച്ചു പറഞ്ഞത്, പ്രിയ അച്ചായന് ശാരീരികമായി സൗഖ്യമില്ലാതിരിക്കുകയാണെന്ന്. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്ക് ഈ ആഴ്ചയിൽ തന്നെ പോയി ഒന്ന് കാണണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഈ മരണവാർത്ത കേൾക്കുവാൻ ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. എന്നെ വളരെയധികമായി സ്നേഹിച്ച ഒരു പ്രിയപ്പെട്ട ഒരച്ചായനാണ്. ഞാൻ സ്കൂളിൽ നിന്ന് വന്നാൽ ഉടനെ അന്ന് അച്ചായന് തേയിലയുടെ ബിസിനസ്സാണ്. സൈക്കിളെ കയറാൻ വലിയ ആഗ്രഹമാണ്. മോനെ കുന്നത്ത് വാസുദേവയുടെ കടയിൽ കൊണ്ടുവന്നിട്ട് ഈ തേയില കൊടുക്കണം. അത് കേൾക്കാനിരിക്കുക. ഉടനെ സൈക്കിളുമായിട്ട് പോയി കൊടുത്തു വരുമ്പം ഒരു 4 അണയും കയ്യിലെടുത്ത് തരുന്നത് ഞാൻ ഇന്ന പോലെ ഓർക്കും. ദൈവത്തിന് സ്തോത്രം. ഈ പ്രിയപ്പെട്ടവർക്ക് ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുവാൻ എനിക്കില്ല. എന്നാൽ സർവബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ ദൈവമാർന്ന സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. ഒരു പാട്ടിൻ്റെ ചില അരികൾ പാടിയിട്ട് ഞാൻ നിർത്തുകയാണ്. മണ്ണിൽ മൗനമുറങ്ങും തൻ്റെ വിശുദ്ധരെല്ലാ നിമിഷം, മണ്ണിൽ മൗനമുറങ്ങും തൻ്റെ വിശുദ്ധർ
എല്ലാ നിമിഷം കാഹളത്തൊനിയെങ്കിൽ തടുതട ഉയർത്തിയിടും തിരുമുഖം കാൺമാൻ, തടുതട ഉയർത്തിയിടും തിരുമുഖം കാൺമാൻ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ട്. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ട്. പരനേ നിൻമുഖം, പരനേ നിൻമുഖം കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ, കണ്ടു കൊതി തീരാനുണ്ടെനിക്കാശ. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ട്. പരനേ നിന്നെ കാൺമാൻ എനിക്കധികം കൊതിയുണ്ട്. എനിക്ക് ഇത്രത്തോളം സമയം അനുവദിച്ചു തന്ന കർത്താവിൻ്റെ ദാസനോടും സഭയോടും പ്രത്യേകിച്ച് കുഞ്ഞമാമയോടും കുടുംബാംഗങ്ങളോടും എൻ്റെ വ്യക്തിപരമായും സഭയായുമുള്ളതായിരിക്കുന്ന അനുസ്മരണ അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. ടോമി ജോസഫ്. ദൈവത്തിന് മഹത്വം. വളരെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ഓർക്കുന്നു. ഈ തരുണത്തിൽ വേദിയിൽ ഉപേക്ഷിച്ചായിരിക്കുന്ന ദൈവദാസന്മാരെ ഓർക്കുന്നു. ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കുടിയേശനെ കുറിച്ച് വിശാലമായി അനേകർ സംസാരിച്ചു. അറിയാം, കണ്ടിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ പിന്നിലെ ഒരു വലിയ പ്രാർത്ഥന തൻ്റെ മകളായ ഷൈനിക്ക്, കുടുംബത്തിന് ഉണ്ടായിരുന്നു. ഷെഫീൽഡിൽ അവർ താമസിക്കുമ്പോൾ എനിക്ക് അവരോടൊപ്പമായിരിക്കാനും കോട്ടയത്തു നിന്ന് വന്ന വിലയേറിയ ദാസനും ഞങ്ങൾ ഒരുമിച്ച് അവിടെ വെച്ച് ദൈവത്തെ ആരാധിക്കുവാനും വിലപ്പെട്ട സമയങ്ങൾ ചെലവഴിക്കുവാൻ കർത്താവ് കൃപ തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തന്റെ മകളുടെ ആഗ്രഹം തന്റെ അപ്പച്ചൻ സ്വർഗരാജ്യത്തിന് അവകാശിയാകണം. പ്രൈസ് ദി ലോർഡ്. ദൈവനിയോഗം എന്താണ് പാസ്റ്ററെ? എന്റെ അപ്പച്ചൻ ദൈവകൃപ അനുഭവിക്കുമോ ഇല്ലയോ? സ്തോത്രം. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്ന ദൈവത്തിന്റെ വലിയ കരം ഈ ഭവനത്തോട്, ഹല്ലേലൂയ, ഇവിടെ വിശ്രമിക്കുന്ന പ്രിയ അപ്പച്ചനോടും കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവ് ഇവിടെ ദൈവദാസന്മാർ പറഞ്ഞു കഴിഞ്ഞു. ചില വചനത്തിലെ വാക്യങ്ങൾ മാത്രം ഉദ്ധരിച്ചിട്ട് ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അനേക വൃക്ഷങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. തേക്കുണ്ട്, ഈട്ടിയുണ്ട്, പല വൃക്ഷങ്ങളുണ്ട്. എന്നാൽ ഒരു വൃക്ഷം, ഖദിരമരം, പിരിഞ്ഞ് പിരിഞ്ഞ് പിരിഞ്ഞാണത് വളരുന്നത്. 100 അടി പൊക്കത്തോളം ഉണ്ടാകും. ദൈവത്തിന് ആവശ്യം അതിൽ നിന്ന് 10 മുഴം നീളം 1.5 മുഴം വീതിയുള്ള പലകയാണ്. ഒരു വലിയ മർമ്മമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അനേക നല്ല നല്ല വൃക്ഷങ്ങളുള്ള, പൊടിയസിനേക്കാൾ സൗന്ദര്യവും ബലവും പ്രതാപവും സമ്പത്തുമുള്ള അനേകരെ നമുക്കിവിടെ കാണുവാൻ കഴിയും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കാത്ത ഒന്നാ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പിരിഞ്ഞ് പിരിഞ്ഞ് പിരിഞ്ഞു പോകുന്ന ഈ വൃക്ഷത്തിന്റെ പലക ദൈവത്തിന് തന്റെ ആലയത്തിൽ കുടുംബം വച്ച് അത് നിവർന്ന് നിൽക്കത്തക്ക വിധത്തിൽ ചെത്തി ഒരുക്കി കൊണ്ടുവരുവാൻ മോശയോട് കൽപ്പിക്കുകയാണ്. മോശ, ഞാൻ മാതൃക പറഞ്ഞതുപോലെ ആയിരിക്കണം. യെസ്, പൊടിയച്ചനെയും അതിനായി ദൈവം ഒരുക്കി. കുടുംബ എന്ന് വെച്ചാൽ പ്രൈസ് ദി ലോർഡ്,
അത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. വള്ളങ്ങളൊക്കെ അറിയാവുന്നവരാണ് നിങ്ങൾ. അതിന് ഓരായം പണിയുമ്പോൾ ചേർത്തു പണിയും, വെള്ളം കയറാതിരിക്കാൻ. പുറത്തുനിന്ന് ഒരു വിധത്തിലുമുള്ള സാത്താന്റെ തന്ത്രങ്ങളോ വെട്ടിപ്പോ തട്ടിപ്പോ ഒന്നും ഉണ്ടാകാതെ സൂക്ഷിക്കുവാൻ കുടുംബം വെച്ചതിനെ നിവർന്നു നിൽക്കത്തക്ക വിധത്തിൽ ക്രമീകരിക്കുന്ന, പലകയാക്കി തീർത്ത, കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്ന ഉടയവനായ ദൈവത്തിന്റെ വലിയ പ്രവൃത്തിയാണ് പൊടിയച്ചനിലൂടെ എന്റെ കർത്താവ് ഒരുക്കിയത്. ഇത്ര മഹത്വമേറിയ ഈ ഒരു അനുഭവം ആ കുടുംബത്തിന് കൊടുത്തതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ഷൈനി മോൾ, ഒരു പിതാവെന്ന നിലയ്ക്ക് എന്നോട് പലപ്പോഴും സംസാരിക്കുമ്പോൾ, ഒരാത്മീയ പിതാവെന്നുള്ള നിലയ്ക്ക് സംസാരിക്കുമ്പോൾ, തന്റെ അപ്പച്ചനെ കുറിച്ചും തന്റെ സഹോദരിയുടെ ഭർത്താവിനെ കുറിച്ചും എപ്പോഴും ഭാരമുള്ളവളായിരുന്നു. വളരെ പ്രാർത്ഥിക്കും, മണിക്കൂറുകൾ. അതുകൊണ്ട് അവർക്കൊക്കെയും ഒരു വലിയ വിടുതൽ, നിത്യതയുടെ ഒരു അവകാശത്തിന്റെ അനുഭവം ലഭിക്കത്തക്ക വിധത്തിൽ സ്വർഗം അവർക്ക് വേണ്ടി തുറന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്കുകൂടെ എന്റെ കർത്താവ് പറഞ്ഞത് ഓർപ്പിച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു. വഴിമധ്യേ ശിഷ്യന്മാരും കൂടെ ഉണ്ടായിരുന്നവരും പറഞ്ഞു, ഗുരു, മാസ്റ്റർ, ലാസർ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. 4 ദിവസമായിരിക്കുന്നു. സ്തോത്രം. കർത്താവ് കൊടുത്ത മറുപടി, അവർ ഫ്രണ്ട് ലാസർ ഈസ് സ്ലീപ്പിംഗ്. നമ്മുടെ സ്നേഹിതൻ എന്നാണ്, ലാസർ ഉറങ്ങുന്നു എന്നാ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഒന്നാം മരണത്തിൽ പങ്കാളിയായവന് രണ്ടാം മരണം ഇല്ല. ജലസ്നാനമേറ്റ് വെള്ളമാകുന്ന കല്ലറയിൽ അടക്കപ്പെടുമ്പോൾ എന്റെ കർത്താവ് 3 ദിവസം കല്ലറയിൽ അടക്കപ്പെട്ടതിന് സാദൃശ്യമായി കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെ വെള്ളമാകുന്ന കല്ലറയിൽ നിന്ന് പ്രിയ പിതാവ് എഴുന്നേറ്റപ്പോൾ ഒന്നാം മരണത്തിൽ പങ്കാളിയായി. ആ വ്യക്തിക്ക് രണ്ടാം മരണം ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് അവർ ഫ്രണ്ട് ലാസർ ഈസ് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞത്. നമ്മുടെ പ്രിയ സഹോദരൻ ലാസർ ഉറങ്ങുന്നു. ഇതൊരു ഉറക്കമാണ്. കർത്താവിന്റെ വരവടുക്കവാതിക്കലായിരിക്കുന്ന ഈ സുദിനത്തില് എനിക്കിവിടെ ഇരിക്കുന്ന ജീവിതങ്ങളോട് പറയുവാനുള്ളത്, ഒന്നാം മരണത്തിൽ നീ പങ്കാളിയാകുന്നുവോ എങ്കിൽ നിനക്ക് രണ്ടാം മരണം ഇല്ല. തറപ്പിച്ചു പറയുകയാണ്. ഗോസ്പൽ ചർച്ച് ഓഫ് ഗോഡിന്റെ മേലധ്യക്ഷൻ എന്നുള്ള നിലയ്ക്കും കുട്ടനാട്ടിലെ ബോട്ടിൽ സുവിശേഷ വേല 15 ലക്ഷം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സഭ കുട്ടനാടിന്റെ പ്രദേശത്ത് സ്ഥാപിക്കുവാൻ, അവിടെ ഈ പ്രിയപ്പെട്ടവർ കടന്നു വരുവാനൊക്കെയും ദൈവം ഇടയാക്കി. ആ സഭയുടെ എല്ലാവിധ ആശംസകളും. ഞങ്ങളുടേതായ ദുഃഖമെന്ന് പറയാനൊക്കില്ല, കാര്യം ഉറങ്ങുകയല്ലേ. ദുഃഖമില്ല, സന്തോഷമാണ്. എല്ലാ സന്തോഷവും പ്രിയച്ചായന്റെ ഭവനത്തിലുള്ളവർക്കും ഇവിടെ വന്നിരിക്കുന്നവർക്കും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ താണിരിക്കുന്നു. നന്ദി, ദൈവത്തിന് സ്തോത്രം. അടുത്തതായിട്ട് കർത്താവിന്റെ ദാസൻ വാസു ഒരു വാക്ക് പറയും. അതിനുശേഷം ഷിബു, ദൈവത്തിന്റെ ദാസൻ, ഈ കുടുംബത്തോട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ ദാസന് ഇവിടെ അടുത്ത IPCയുടെ ശുശ്രൂഷനായി കൊഴുവല്ലൂര് ഇരുന്ന സമയം അദ്ദേഹം ഈ ഭവനത്തിൽ നിരന്തരം വരികയും ഈ പൊടിയച്ചാനോടും കുഞ്ഞമ്മാമയോടും സുവിശേഷം പറഞ്ഞ് ദൈവസ്നേഹത്തിൽ തികഞ്ഞ് ആ ആത്മീയ ബന്ധത്തിൽ എന്തിനും ഏത് സഹായവും ചെയ്ത് അവരെ കൈത്താങ്ങിയിട്ടുള്ള ദൈവത്തിന്റെ ദാസൻ ഇപ്പോഴ് ആലപ്പുഴ പ്രവർത്തിക്കുന്ന ഷിബു. അതിനുശേഷം ദൈവത്തിന്റെ ദാസൻ IPCയുടെ ശുശ്രൂഷകനായി ആലപ്പുഴ ഇരിക്കുന്ന ഷിബു ഒരു വാക്ക് പറയും. അതിനുശേഷം ഈ കുടുംബത്തോട് ബന്ധമുള്ള സജി പാസ്റ്റർ IPCയുടെ ശുശ്രൂഷകനായി ദൈവത്തിന്റെ വേല ചെയ്യുന്ന ദൈവദാസനും ഒരു മിനിറ്റ് എടുക്കും. വേഗത്തിൽ നമുക്ക് സമയം ഇനിയും അധികം മുൻപിൽ ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ഒന്നുകൂടെ കരുതണമെന്നും ഓർമ്മപ്പെടും. ദൈവത്തിന് സ്തോത്രം.
കുടുംബനായകന്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന ബന്ധുക്കളും അതിദുഃഖിതരായിരിക്കുന്ന മക്കളും അവരുടെ കൊച്ചുമക്കളും അവരോട് ആർക്കും തന്നെ ഒരു വാക്കും ആശ്വാസമായി പറയുവാൻ ഇല്ല. എങ്കിൽ തന്നെയും ദൈവജനമേ, ഞാൻ ഒരു പുസ്തകം വായിച്ചപ്പോൾ ഒരു കഥ എനിക്ക് മനസ്സിലായി. മഹാധന്യനായ ഒരു യജമാനൻ ഒരു ദേശത്തുണ്ടായിരുന്നു. അദ്ദേഹത്തിനു അനേകം ഭൃത്യന്മാരുണ്ടായിരുന്നു. ആ യജമാനൻ ഒരു ദിവസം ഇതിൽ ഒരു ഭൃത്യനെ വിളിച്ചു പറഞ്ഞുടാ ഭൃത്യ, നീ നിന്റെ വീടിന്റെ മുറ്റത്തു അനേകം പൂച്ചട്ടികൾ വെച്ചു പൂച്ചെടികൾ വളർത്തുക, ഞാൻ നിനക്ക് പ്രതിഫലം തരാമെന്ന് പറഞ്ഞു. ആ വിശ്വസ്തനായ ഭൃത്യൻ അപ്രകാരം തന്നെ ചെയ്തു. ഒരു പ്രഭാതത്തിങ്കിൽ ഈ ഭൃത്യൻ എഴുന്നേൽക്കുമ്പോൾ ഒരു പൂച്ചട്ടി ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയി. ഈ ഭൃത്യനോടി യജമാനന്റെ വീട്ടിൽ ചെന്നു. യജമാനൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തു. വീടിന്റെ മുറ്റത്ത് ആരോ ഒരു പൂച്ചട്ടി മോഷ്ടിച്ചുകൊണ്ട് പോയി. യജമാനൻ വളരെ സന്തോഷമായി പറഞ്ഞിടാ ഭൃത്യ, അത് ഞാനാണ് എടുത്തത്. ആ പൂച്ചട്ടി എന്റെ കൊട്ടാരത്തിലുണ്ട്. എന്റെ കൊട്ടാരത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. എനിക്കെപ്പോഴും കാണുവാൻ വേണ്ടി ഞാനാണ് ആ പൂച്ചട്ടി എടുത്തതെന്ന് പറഞ്ഞു. ഭൃത്യന് സന്തോഷമായി. യജമാനന്റെ ഈ വാക്ക് കേട്ടപ്പോൾ ഭൃത്യന് സന്തോഷമായി. ദൈവജനമേ, കർത്താവിൽ പ്രിയരേ, മക്കളെങ്കിൽ അവകാശികൾ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പുത്രനിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. പുത്രനിൽ വിശ്വസിക്കാത്തവൻ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അവിടെ രണ്ടാം മരണമില്ല എന്നാണോ തിരുവെടുത്ത് കാണുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കുടുംബത്തിനോടുള്ള ബന്ധത്തിൽ കുടുംബത്തിന്റെ തലമുറയായ ഷൈനിയുമായി ഇംഗ്ലണ്ട് പ്രദേശത്ത് കൂട്ടായ്മ കൂടുവാനും അവിടെ പ്രവർത്തിക്കുന്ന എൻ്റെ തലമുറയുടെ കൂട്ടത്തിൽ കൂട്ടായ്മ കൂടുവാനും അവർക്ക് ഭാഗ്യം ലഭിച്ചു. അവിടെ വെച്ചാണ് ഞങ്ങൾ പരിചയപ്പെട്ടതും ദൈവസ്നേഹത്തിൽ അറിയുവാൻ സാധിച്ചതും. അവിടുന്ന് തലമുറ പിടിച്ചു പറഞ്ഞ പോലെ ഇന്നയാൾ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ കുടുംബമായി കടന്നു വരുവാനിടയായത്. ആർപ്പുക്കരായ പി സഭയുടെയും മുട്ടശ്ശേരി കുടുംബത്തിന്റെയും ഇംഗ്ലണ്ടിൽ പ്രവർത്തിക്കുന്ന ദൈവജനത്തിന്റെയും നാമത്തിൽ ഞങ്ങൾ ആശംസകൾ വാക്കുകൾ പറയുകയാണ്. ഈ കുടുംബത്തെ, ഈ ജനത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ഈ വാക്കുകളാൽ അന്യോന്യം ആശ്വസിച്ചു കൊള്ളുക. മക്കളെങ്കിൽ അവകാശികൾ. വാക്തന്തം നമ്മുടെ നിക്ഷേപം. വാക്കു പറഞ്ഞവൻ മാറുകയില്ല. പക്ഷെ ഒന്നാണ്, കഷ്ടമാണ് ജീവിതം എന്നുള്ളത് യഥാർത്ഥമാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഉള്ള വിശ്വാസം തന്നെ. ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 37 വർഷം മുമ്പ് വിശ്വാസത്തിൽ ഇറങ്ങിച്ചിരിക്കുവാൻ ദൈവം വിളിക്ക് യോഗ്യത നൽകി. അതുകൊണ്ട് കൂട്ടായ്മ സമ്മതിപ്പാനിടയായി. ഈ വാക്കുകളാൽ
ജനം അന്യോന്യം ആശ്വസിച്ചോളുക. ദൈവം ജനത്തെ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവസഭയ്ക്കും അതിൻ്റെ സംഘാടകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ആശ്വാസമേ എനിക്കേറെ തിങ്ങി ഡൂമൻ രക്ഷ സ്നേഹമേറിയിടുമൻ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദുഃഖസാന്ദ്രമായ ഈ സമയത്ത് എൻ്റെ പ്രിയ അമ്മച്ചി, പ്രിയ അല്ലീസ് മാമയും കുഞ്ഞുങ്ങളും ഷൈനി ആൻറ്റിയും ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്തു. 8 വർഷത്തിന് മുൻപ് ഈ ഭവനവുമായി പരിചയപ്പെടുവാൻ കോടുകുളഞ്ഞിയിൽ കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ആയിരുന്നപ്പോൾ പ്രിയ ഷൈന ആൻറ്റി ആ ദൈവസഭയിൽ അംഗമായിരുന്ന ഒരു കുടുംബമായി അന്നു മുതൽ ഈ ഭവനവുമായി ഒരു അഭേദ്യമായ ബന്ധം, ഒരു വിശ്വാസ ഭവനത്തെക്കാൾ എൻ്റെ അപ്പച്ചനും അമ്മച്ചി എന്നുള്ള നിലയിൽ ആയിരുന്നു ഞാൻ മുൻപോട്ട് പോയത്. എല്ലാ ആഴ്ചകളിലും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ കടന്നു വരുവാൻ, ഭവനത്തിൽ ആയിരിക്കാൻ അപ്പച്ചന് ഒത്തിരി കാര്യങ്ങൾ പറയുമായിരുന്നു. അപ്പച്ചന് ഒത്തിരി കാര്യങ്ങൾ